യെസ്, വീഡിയോ ഓൺ ചെയ്യാനുള്ള ഒരു വേഗം വീഡിയോ ഓൺ ചെയ്യണം കേട്ടോ. ഗുഡ് ഈവനിങ് വൺസ് മോർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിലേ സാർ എന്താ തന്നെ നിങ്ങൾക്ക് ലാസ്റ്റ് ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം സാറ്. ആ ക്വസ്റ്റ്യൻ സാർ എന്ത് പറഞ്ഞു, നിങ്ങളെടുത്ത് ചെയ്യാനുള്ള വേ പറഞ്ഞു തന്നിട്ട് പറഞ്ഞു നിങ്ങൾ ട്രൈ ചെയ്യണം, ഫൈനൽ ആൻസർ കിട്ടുമോ നോക്കണം എന്നിട്ടാ. ആ ക്വസ്റ്റ്യൻ ആണ് കാണിക്കാൻ പോകുന്നത്. എത്ര പേര് ട്രൈ ചെയ്തിട്ടൊന്ന് നോക്കാം നമുക്ക്. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ ഫ്രം ദ ഫോളോയിങ് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് എന്നായിരുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ നമുക്ക് 62x plus 43y is equal to 167 43x plus 62y is equal to 148 എന്ന് പറയുന്ന രണ്ട് ഇക്വേഷൻസ് ആയിരുന്നു. അപ്പോൾ ആ രണ്ട് ഇക്വേഷൻസും നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് എന്താ മനസ്സിലാക്കി, അത് ലീനിയർ ഇക്വേഷൻ ടു വേരിയബിൾ ആണ്. ബട്ട് എന്താ ആസ് യൂഷ്വൽ നമുക്ക് വരുന്ന പോലെയല്ല, സംതിങ് ഡിഫറെന്റ് അല്ലേ. എന്താ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യം സാർ എന്താ പറഞ്ഞേ, എക്സിന്റെയും വൈയുടെയും കോഎഫിഷ്യൻസ് ആർ ഇന്റർചേഞ്ച്ഡ്. അപ്പോൾ അതുകൊണ്ട് അത്തരം ക്വസ്റ്റ്യൻസുകൾ വരുമ്പോൾ മക്കൾ എന്ത് ചെയ്യണം, ടേക്കിംഗ് ദിസ് ആസ് ഇക്വേഷൻ 1 ആൻഡ് ടേക്കിംഗ് ദിസ് ആസ് ഇക്വേഷൻ 2 യു മസ്റ്റ് ആഡ് ഇക്വേഷൻ ബോത്ത് ഇക്വേഷൻസ്, ഇക്വേഷൻ 1 ആൻഡ് ഇക്വേഷൻ 2, then you will get another equation which will more simple than എന്തായിരിക്കും ഈ കോംപ്ലക്സ് ഇക്വേഷൻ എന്ന് വളരെ സിമ്പിൾ ആയിരിക്കും. then again ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 2 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേറെ ഒരു ഇക്വേഷൻ വീണ്ടും കിട്ടും. അപ്പോൾ അവർ തമ്മിൽ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിന്റെയും വൈയുടെയും വാല്യൂ കിട്ടും. ആരാ പറഞ്ഞുതരാൻ വരുന്നേ? ഇത്ര പേരൊക്കെ ഞാൻ വിചാരിച്ചു കേട്ടാ. ഇപ്പോൾ നിങ്ങൾ മറ്റേ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ അല്ല എന്താണ് മടിയന്മാർ, എന്താ വെറുതെ ഇരുന്നതാണോ ഹാൻഡ് റേസ് ചെയ്യാണ്ട്? അപ്പോഴും പോരാലോ, ഇത്രയും പേര് ചെയ്തിട്ടുള്ളൂ. എന്നാ നോക്കട്ടെ, സാറെ പിക്ക് ചെയ്ത് കീർത്തന പറയുമോനെ, പറഞ്ഞോ കീർത്തന. ഹലോ 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 യെസ് മക്കളെ ശ്രദ്ധിക്കുക, ഇക്വേഷൻ 1 എന്തോ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്, അതൊന്ന് കറക്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് ചാറ്റിലിട്ടെ മക്കളെ, ഏതാ ആൻസർ എന്നൊന്ന് ചാറ്റിലിട്ടെ. എക്സിന്റെയും വൈയുടെയും വാല്യൂ കിട്ടിയത് ചാറ്റിലിട്ടുള്ളൂ കേട്ടോ. ഇക്വേഷൻ 1ഉം 2ഉം ആഡപ്പ് ചെയ്യും നമ്മൾ. അപ്പോൾ 62x plus 43x എന്ന് പറയുന്നത് 62 plus 40 105x എന്ന് കിട്ടും. പ്ലസ് എന്താണ് 43y plus 62 എന്ന് പറയുന്നത് വീണ്ടും 105y എന്ന് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു 167 plus 148 എന്ന് പറയുന്നത് 315 എന്ന് കിട്ടും, 315 എന്ന് കിട്ടും കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ ഇത്തരം ക്വസ്റ്റ്യൻസുകൾ, അതായത് എക്സും വൈ ഇങ്ങനെ ഇന്റർചേഞ്ച് ചെയ്ത് നടക്കുമ്പോൾ രണ്ട് ഇക്വേഷൻസ് ആഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ എപ്പോഴും കേട്ടോ ഉറപ്പായിട്ടും എക്സിന്റെയും വൈയുടെയും കോഎഫിഷ്യൻസ് സെയിം ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആയിരിക്കും കിട്ടാം. ദെൻ യു ക്യാൻ ടേക്ക് കോമൺ ഔട്ട്സൈഡ്. അപ്പൊ 105 എന്ന് പറയുന്ന കോമൺ ആയിട്ട് സാറിന് പുറത്തേക്ക് എടുക്കാം. അപ്പൊ എന്താ വരാ, ഇവിടെ എക്സ് പ്ലസ് വൈ വിച്ച് ഇസ് ഈക്വൽ ടു 315 എന്ന് കിട്ടും. ഇനി ശ്രദ്ധിക്കുക, എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു അല്ലെ 315 കൊണ്ട് സാറിന് എന്ത് ചെയ്യാം, 145 ഡിവൈഡ് ചെയ്യാം. എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 315, 105 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തെടുക്കാണ്, ഡിവൈഡഡ് ബൈ 105 എന്ന് വന്നു. സോ എക്സ് പ്ലസ് വൈ വിച്ച് ഇസ് ഈക്വൽ ടു 105ന്റെ ഒപ്പം 3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 315 വരുന്നത്. സോ ദാറ്റ് ഈസ് 3 എന്ന് കിട്ടാണ്. ദിസ് ഇസ് അനദർ ഇക്വേഷൻ ടേക്കിംഗ് ആസ് ഇക്വേഷൻ 3. അപ്പൊ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ കോഎഫിഷ്യന്റ് ഒക്കെ 1 ആണ്, എക്സിന്റെ കോഎഫിഷ്യന്റ് വൈയുടെ കോഎഫിഷ്യന്റ്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ഒരു ഇക്വേഷൻ ആയിട്ട് ഫോം ചെയ്ത് കിട്ടിയേക്കാണ്. എപ്പോഴും ഇങ്ങനെ കിട്ടും കേട്ടോ. കാരണം എന്തുകൊണ്ടാ, ഇവിടെ എക്സിനും വൈക്കും കോഎഫിഷ്യന്റ് ആയിട്ട് സെയിം ആയിട്ട് വരും. അപ്പൊ അതിനെ നമുക്ക് പുറത്തേക്ക് എടുത്തപ്പോൾ നമ്മൾ എന്താണ് കോഎഫിഷ്യന്റ് ഒക്കെ പോയി കിട്ടി. അതായത് ഇനി ശ്രദ്ധിക്കുക, ഇനി ഇതേ ഇക്വേഷൻ 1ഉം 2ഉം സാർ ഇവിടെ ചെയ്യുന്നുണ്ട്. ഇക്വേഷൻ 1ഉം 2ഉം സബ്ട്രാക്ട് ചെയ്യാണ്. So either you can subtract equation 2 minus equation 2 or equation 1 minus equation 2. You can do any, ഏത് വേണമെങ്കിലും ചെയ്യാം. ബോത്ത് ആർ കറക്റ്റ്. നിങ്ങൾ കറക്റ്റ് ആയിട്ട് അതിനനുസരിച്ച് ചെയ്താൽ മതി. അപ്പൊ സാർ ഇപ്പൊ ചെയ്യുന്നത് ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 2 ആണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഇക്വേഷൻ 1ൽ നിന്നാണ് ഇക്വേഷൻ 2 സബ്ട്രാക്ട് ചെയ്യുന്നത്. സോ 62x മൈനസ് 43x ആണ് ചെയ്യുന്നത്. അപ്പൊ ഞാനത് ഇവിടെ എഴുതി കാണിക്കുന്നില്ല കേട്ടോ, നിങ്ങൾക്കത് നിങ്ങൾ അത്യാവശ്യം ഓക്കെ ആണ്.
ബേസിക് ഒക്കെ സെറ്റ് ആയതുകൊണ്ടാണ് സാർ പറയുന്നത് ഇങ്ങനെ. ഡൗട്ട് ഉണ്ടെങ്കിൽ സാറോട് ചോദിച്ചാൽ മതി കേട്ടാ. 62x minus 43x. So after 62x minus 43x after subtracting എത്രയാണ് വരുന്നത് മക്കളെ? എത്രയാണ് വരുന്നത്? 19 ആണ് വരുന്നത്. അപ്പൊ 19x അതേപോലെ ശ്രദ്ധിക്കുക. ഇനി 43y minus 62y ആണ് സബ്ട്രാക്ട് ചെയ്യുന്നത്. എന്താണ്? 43y minus 62y. അപ്പോ ലാർജർ നമ്പറിന് എന്താ നോക്കാം, ശ്രദ്ധിക്കുക കേട്ടോ. 43y minus 62y. സോ ലാർജർ നമ്പറിന് എന്താ? നെഗറ്റീവ് ആണ്. സോ ഡിഫറൻസ് 19 ആണ്. സോ നെഗറ്റീവ് 19y എന്നാണ് വരുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു 167 minus 148. സോ ദാറ്റ് ഈസ് 167 minus 148 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എത്രയാടാ? ഇവിടെയും നമുക്ക് 19 തന്നെയാണല്ലോ. യെസ്, 19 ആണ് വരുന്നത്. സോ 19 ആണ്. അപ്പൊ 19 എന്ന് പറയുന്നത് ഇവിടെ കോമൺ ആണ്. സോ ടേക്കിംഗ് 19 ഔട്ട്സൈഡ്, ദെൻ എന്താ? എക്സ് മൈനസ് അല്ലെ, ഈ രണ്ട് ടേംസിൽ നിന്നും സാർ 19 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 19 എന്ന് കിട്ടും. ദാറ്റ് ഇംപ്ലൈസ് എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 19. ഈ ഇൻറ്റു ചെയ്തെടുക്കുന്ന 19 റൈറ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ ഡിവിഷൻ ആവും, ഡിവൈഡഡ് ബൈ 19. സോ എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 1. ഇവിടെയും നോക്കിയടാ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ നമുക്ക് ഫോം ചെയ്തിട്ടാണ് കേട്ടോ. അപ്പൊ ഇത് ഇക്വേഷൻ 3 എന്നും ഇത് നമ്മൾ എന്ത് ചെയ്യൂടാ? ഇക്വേഷൻ 4 എന്നും എടുക്കാണ്. ശ്രദ്ധിക്കുക, ഇപ്പൊ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള രണ്ട് ലീനിയർ ഇക്വേഷൻസ് കിട്ടിയേക്കാണ്. സോൾവിങ് ഇക്വേഷൻ 3 ആൻഡ് ഇക്വേഷൻ 4 അല്ലെ. നമ്മൾ എന്ത് ചെയ്താൽ മതിടാ? ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ യു ജസ്റ്റ് നീഡ് ടു സോൾവ് ഇക്വേഷൻ 3 ആൻഡ് ഇക്വേഷൻ 4. നമ്മൾ ഇത് രണ്ടും സോൾവ് ചെയ്താൽ മതി. അപ്പൊ എങ്ങനെയാ സോൾവ് ചെയ്യുന്നത്? both having same coefficients too അല്ലെ. എക്സിന്റെയും വൈയുടെ ഒക്കെ കോയിഫിഷ്യന്റ് ഇവിടെ രണ്ടിന്റെയും എന്താ? സെയിം ആണ്. അപ്പൊ ശ്രദ്ധിക്കുക, എക്സ് പ്ലസ് വൈ വിച്ച് ഇസ് ഈക്വൽ ടു എന്താ? 3 ആണ്. ദെൻ എക്സ് മൈനസ് വൈ വിച്ച് ഇസ് ഈക്വൽ ടു എന്താ? 1 ആണ്. സോ ശ്രദ്ധിക്കുക, എലിമിനേഷൻ മെത്തേഡ് മറന്നിട്ടില്ലല്ലോ. നമുക്കറിയാം സെയിം ആയിട്ടുള്ള കോയിഫിഷ്യൻസ് നോക്കാം. ഇവിടെ എക്സിന്റെ കോയിഫിഷ്യന്റ് ഇവിടെ 1, എവിടെയും 1 ആണ്. വൈയുടെയും ഇവിടെ 1 കേട്ടോ. സൈൻ ശ്രദ്ധിച്ചിട്ടില്ല, സൈൻ അല്ല പറയുന്നത്, കോയിഫിഷ്യന്റ്. ഇനി സൈൻ നോക്കിക്കഴിഞ്ഞാൽ എക്സിന്റെ കോയിഫിഷ്യന്റ് സൈൻ സെയിം കോയിഫിഷ്യന്റ് ഹാവിംഗ് സെയിം സൈൻ. സെയിം സൈൻ വന്നു കഴിഞ്ഞാൽ സാർ എന്താ പറഞ്ഞിട്ടുള്ളത്? സബ്ട്രാക്ഷൻ ആണെങ്കിൽ ഒന്ന് ആയി കാണിച്ചേ. സബ്ട്രാക്ഷൻ അല്ലേ? യെസ്, വെരി ഗുഡ്. ഇനി ഓപ്പോസിറ്റ് സൈൻ വന്നാൽ എന്താ പറഞ്ഞിട്ടുള്ളത് സാറ്? അഡീഷൻ ആണ്. So I'm choosing addition since എന്താ? To add is more simple. To subtract സാറിന് എന്ത് ചെയ്യണം? ഓരോന്നിന്റെയും സൈൻ ചേഞ്ച് ചെയ്യണം, then after that add. അപ്പൊ അതുകൊണ്ട് സാർ അഡീഷൻ ഓപ്പോസിറ്റ് സൈൻ വരുന്ന കേസസിൽ സാർ എപ്പോഴും അഡീഷൻ ആണ് പ്രിഫറൻസ് കൊടുക്കുന്നത് സാർ കേട്ടോ. അക്കോർഡിംഗ് ടു മീ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. യു ക്യാൻ ചേഞ്ച് ദ സൈൻ ഓഫ് ഈച്ച് ടേം ആൻഡ് ദെൻ ആഡ്, ദെൻ എക്സ് ക്യാൻസൽ ആവും, യു വിൽ ഗെറ്റ് എ വാല്യൂ ഓഫ് വൈ. സാർ ഇവിടെ വൈ ക്യാൻസൽ ചെയ്യാണ്. ഇൻ ഓർഡർ ടു ക്യാൻസൽ ദ വൈ ദേ ഹാവ് ഓപ്പോസിറ്റ് സൈൻ, സോ ജസ്റ്റ് ആഡ്. അപ്പൊ ആഡ് ചെയ്യുമ്പോൾ സാറിന് കിട്ടുന്നത് എന്താ? എക്സ് പ്ലസ് എക്സ് ദാറ്റ് ഈസ് 2x plus y minus y that got cancelled, then 3 plus 1 which is equal to 4 implies x is equal to 4/2 which is equal to 2. അപ്പൊ എക്സിന്റെ വാല്യൂ 2 കിട്ടി. ഇനി സാറിന് എന്ത് ചെയ്യാം? ഏതെങ്കിലും ഇക്വേഷൻ, ഇക്വേഷൻ 3 ഓർ ഇക്വേഷൻ 4 ഏതർ എനി. അപ്പൊ സാർ ഇക്വേഷൻ 3ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ് ഇസ് ഈക്വൽ ടു അല്ലെ 2യുടെ വാല്യൂ സാർ ഇക്വേഷൻ 3ലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ ഐ ഗോട്ട് 2 plus y is equal to 3 implies y is equal to 3 minus 2 which is equal to 1. എടാ നമ്മുടെ രണ്ടേരെയും ആൻസർ കറക്റ്റ് ആണോ? 1ഉം 2ഉം കിട്ടിയത് സാർ ഒന്ന് ഹൈ കാണിച്ചേ. എക്സിന്റെ വാല്യൂ യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. എക്സിന്റെ വാല്യൂ 2ഉം വൈയുടെ വാല്യൂ 1 ആണ് കേട്ടോ. എനിവേ ബാക്കിയുള്ളവർക്കും കറക്റ്റ് ആയിട്ട് മനസ്സിലായി എന്ന് സാർ വിചാരിക്കുകയാണ്. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സാറേ പ്ലീസ് ഹാൻഡ് ലോവർ ചെയ്തോ. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ സാറിനോട് ഹാൻഡ് റേസ് ചെയ്ത് ചോദിക്കുക കേട്ടോ. ഏതെങ്കിലും ഭാഗം ഡൗട്ട് ഉണ്ടെങ്കിൽ ഹാൻഡ് റേസ് ചെയ്ത് ചോദിക്കുക. ഡൗട്ടാണോ ഇത്? അല്ല, ചിന്മയി ഡൗട്ടാണോ മോനെ? ചെയ്യാട്ടാ. ഒന്നുകൂടി ഡൗട്ട് ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാട്ടാ. ആരാണ്? ജാൻവി. എന്ത് പറ്റി മോനെ? ഡയറക്റ്റ് ചെയ്തു ഇത് ഈ സ്റ്റെപ്പ് അല്ലാണ്ട് എലിമിനേഷൻ, അപ്പൊ മാർക്ക് തരും. പക്ഷേ ഇതിനേക്കാൾ വലിയ വാല്യൂസ് വരുമ്പോൾ ജാൻവി യു വിൽ ടേക്ക് മോർ ടൈം. ഐ മീൻ ഡബിൾ ഓഫ് അല്ലെ ടൈം എടുക്കൂലേ?
ബട്ട് മാർക്ക് കിട്ടും. പക്ഷേ അല്ലല്ല ഇതൊക്കെ ഇതിനേക്കാൾ വലിയ വാല്യൂസ് ഇല്ലടാ, കുറച്ചും കൂടി വരും. മാർക്ക് കിട്ടും. എക്സാം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ചെയ്താ ചെയ്തു. അതെ, മാർക്ക് തന്നില്ലേ? മാർക്ക് കിട്ടും. റിസൾട്ട് ഇത് വന്നിട്ടില്ല, മാർക്ക് മാർക്ക് വന്നിട്ടില്ല. കിട്ടൂടാ, കറക്റ്റ് ആണെങ്കിൽ മാർക്ക് കിട്ടും. പക്ഷെ കുറെ ടൈം എടുക്കേണ്ടി വന്നു. ജാൻവി മറക്കരുത് ഇങ്ങനെ വരുമ്പോ എക്സാമിന്. ഓക്കെ, ഇതല്ലേ ഈസി, ഇതല്ലേ ഈസി. ഓക്കെ, അത് അങ്ങനെ ചെയ്താലും മാർക്ക് കിട്ടും. ടൈം മാനേജ് ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങനെ ചെയ്യണം കേട്ടോ, ഈ ഒരു മോഡൽ വന്നാൽ. ഓക്കെ, നെക്സ്റ്റ് ആരാണ്? നീ വിവേക്. ചോദിക്കും. സാറേ ഞാൻ ചോദിക്കുന്നത്, എനിക്ക് ഇവിടെ എക്സിന് 1ഉം വൈക്ക് 2ഉം. അല്ല, അങ്ങനെ വരില്ല മോനോ. എക്സിന് എങ്ങനെ ചെയ്താലും എക്സിന് 2ഉം വൈക്ക് 1ഉം, അതായത് അത് യൂണിക് സൊല്യൂഷൻ ആണ്. യു നോ ദാറ്റ് ആക്ച്വലി അത് യൂണിക് സൊല്യൂഷൻ ആണ്. അതിനൊരിക്കലും ചേഞ്ച് സംഭവിക്കില്ല കേട്ടോ. എക്സിന് 2 തന്നെ വേണം, വൈക്ക് 1. എന്താണ് കറക്റ്റ് മിസ്റ്റേക്ക് എന്ന് മോൻ തന്നെ അത് കറക്റ്റ് ചെയ്യാം. നോക്കാം കേട്ടോ, ക്രോസ് ചെക്ക് ചെയ്യേ. ഓക്കെ, നെക്സ്റ്റ് ഇനിയിപ്പോൾ സാറ് പറയാൻ പോകുന്ന ശ്രദ്ധിക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ഓൾറെഡി നമുക്കറിയാം. ഇപ്പോൾ സാധാ നമുക്ക് ലീനിയർ ഇക്വേഷൻ ടു വേരിയബിൾ ഓൾറെഡി അറിയാം. അപ്പം നമ്മൾ എലിമിനേഷൻ മെത്തേഡ് ചെയ്യാം. എന്താ നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻറ്റ് അത് വെച്ച് ചെയ്യാം, എലിമിനേഷൻ ഓർ സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അപ്പം ഞാൻ സാറ് കൂടുതലും ഇമ്പോർട്ടൻസ് പറയാറ് എപ്പോഴും എലിമിനേഷൻ ആണ്. അതേപോലെ തന്നെ മക്കളെല്ലാവരും എലിമിനേഷൻ ചെയ്യാറുണ്ട്. പിന്നെ അതിൻ്റെ ഒരു മോഡലിലാണ് വേറൊരു മോഡൽ ക്വസ്റ്റ്യൻ. ഇവിടെ എന്താ എക്സും വൈ ഇങ്ങനെ ഇന്റർചേഞ്ച് ചെയ്ത് കിടക്കുന്ന ഒരു മോഡൽ അല്ലേ. ഇനി സാറ് തരുന്ന ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് നോട്ട് ആക്ച്വലി ഇൻ ദ സ്റ്റാൻഡേർഡ് ഫോം ഓഫ് എ ലീനിയർ ഇക്വേഷൻ. നിങ്ങൾ അത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അത് നമുക്കൊരു ടൈപ്പ് 3 ആയിട്ട് നോക്കാം. അപ്പൊ സാറ് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ക്വസ്റ്റ്യൻ. നോക്കണം, സോൾവ് ദ പെയർ ഓഫ് ഇക്വേഷൻ. ദേ ആർ ആസ്കിംഗ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ, ബട്ട് ഇറ്റ് ഇസ് നോട്ട് ഇൻ ദ സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ലീനിയർ ഇക്വേഷൻ. ലീനിയർ ഇക്വേഷന്റെ സ്റ്റാൻഡേർഡ് ഫോമിലല്ല ബോത്ത് ഇക്വേഷൻസ് ആർ. അപ്പോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, അതിന് സ്റ്റാൻഡേർഡ് ഫോം ആക്കണം. അപ്പൊ ആക്ച്വലി വാട്ട് ഈസ് ദ മെയിൻ പ്രോബ്ലം വി ആർ അഫക്റ്റിംഗ്, നമ്മൾ നേരിടുന്ന മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം എന്താ? എനിബഡി ഹാൻഡ് റൈസ് ആൻഡ് ടെൽ മീ, എന്താണ് നമ്മളെ മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം? ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. യെസ്, പറഞ്ഞോ. ആരാണ്? നമ്മുടെ ജോയ്സ് വന്നിട്ടുണ്ടല്ലോ, കുറെ പേര് വരുന്നുണ്ട്. ജോയ്സ്, ഗുഡ് ഈവനിങ്. ജോയ്സ്, ഗുഡ് ഈവനിങ്. പറയടാ, എന്താടാ അവിടെ? ഫ്രാക്ഷൻസ് ആൻഡ് മോറോവർ എന്താ എടുത്തു പറയേണ്ടത്? എന്താ? വാരിയബിൾസ് ആർ ഓൺ ദ ഡിനോമിനേറ്ററിലല്ലേ? ഡിനോമിനേറ്റർ. വെരി ഗുഡ്. എടാ, നിങ്ങൾ അത് ഐഡന്റിഫൈ ചെയ്തെങ്കിൽ സാർ നല്ലൊരു ഹായ് കാണിച്ചേ. വാരിയബിൾസ് ഡിനോമിനേറ്ററിലാണ്. സോ ദിസ് ഇസ് ഹയർ ഓർഡർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതൊരു അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹയർ ആണ്. അപ്പൊ നന്നായിട്ട് നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് പഠിക്കാൻ താല്പര്യമുള്ള ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ അത് പ്രോപ്പർ ആക്കാനുണ്ട്. അപ്പൊ പ്രോപ്പർ ആക്കുന്ന രീതിയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം. അപ്പൊ ഇവിടെ നമുക്ക് എക്സും വൈയും ഡിനോമിനേറ്ററിലാണ്. അപ്പോൾ ആക്ച്വലി അതിനെ പോയിട്ട് നമുക്ക് ന്യൂമറേറ്ററിലാക്കാൻ പറ്റില്ല. ഡെഫിനറ്റ്ലി ന്യൂമറേറ്ററിലാക്കാൻ പറ്റും. യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് 2x raised to -1. ദാറ്റ് ഇംപ്ലൈസ് ദിസ് ഇസ് നോട്ട് എ ലീനിയർ ഇക്വേഷൻ. ഓക്കെ, 1/x നമുക്ക് എങ്ങനെ എഴുതാം? യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് x raised to -1 taking x on the numerator, but അവിടെ x raised to -1 വരും. So it is not possible. It is not a linear equation in one where linear equation അല്ലാണ്ടായി പോകും അല്ലെ. linear equationന്റെ പവർ xന്റെ പവർ 1 ആയിരിക്കണം. അപ്പൊ എനിവേ ഇത് നമ്മൾ ചെയ്യുന്നത് ഇവിടെ ആദ്യം ഒരു കാര്യം ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഇക്വേഷൻ ദാറ്റ് ഈസ് 2/x. സോ ആക്ച്വലി 2/x ബേസിക്കലി മീൻസ് 2 into 1/x ആണെങ്കിൽ സാർ ഒന്ന് ഹായ് കാണിച്ചേ. ഇത് കറക്റ്റ് ആണോ? ഇത് കറക്റ്റ് ആണോ? കാരണം 2 into 1 that is 2/x, അതല്ലേ 2/x പ്ലസ് ഫസ്റ്റ് ഇക്വേഷൻ 3/y. നെക്സ്റ്റ് ടേം 3/y എന്ന് പറയുന്നത് സാറിന് വേണമെങ്കിൽ 3 into 1/y എഴുതാലോ, which is equal to 11. അതേപോലെ സെക്കൻഡ് ഇക്വേഷൻ ശ്രദ്ധിക്കുക, 5 into 1/x, that is 5/x നെ സാറിന് 5 into 1 5/x എന്ന് ചിന്തിക്കാം. അതേപോലെ മൈനസ് 4 into 4/y എന്ന് പറയുന്നത് 4 into 1/y എന്ന് ചിന്തിക്കാം, which is equal to -7. അപ്പൊ ആക്ച്വലി നിങ്ങൾ എന്താണ് ഒന്ന് ഒബ്സർവ് ചെയ്യാം. ബോത്ത് ഇക്വേഷൻ ഹാവിംഗ് സം കോമൺ ഫാക്ടേഴ്സ്. എന്താണ് അത് നിങ്ങൾ ഒബ്സർവ് ചെയ്തപ്പോൾ മനസ്സിലായത്? ആക്ച്വലി ഈ ഫസ്റ്റ് ഇക്വേഷനിൽ നമുക്ക് 1/x ഉണ്ടെങ്കിൽ സെക്കൻഡ് ഇക്വേഷനിൽ 1/x ഇല്ലേ? ശരിയാണെങ്കിൽ സാർ നല്ലൊരു ഹൈ കാണിച്ചേ. ശരിയാണോ? അത് എപ്പോഴും അങ്ങനെയായിരിക്കും കേട്ടോ. വാരിയബിൾസ് ആർ ഓൺ ദ ഡിനോമിനേറ്റർ, then there will be a common ഇവിടെയുള്ള എന്താണോ അത് തന്നെ അടിയിലായിരിക്കും. ഇപ്പൊ x അടി വന്നിട്ടുണ്ട്, ഇവിടെ x അടി വന്നിട്ടുണ്ട്. സോ യു ക്യാൻ ടേക്ക് 1/x ആസ് എ കോമൺ ഫാക്ടർ. കോമൺ ഫാക്ടർ എന്ന് ഉദ്ദേശിച്ച സാർ ഇവിടെയും 1/x എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്, ഇവിടെയും 1/x എന്ന് പറയുന്ന ടേം ഉണ്ട്. സോ അതിനെ കയറിയിട്ട് സാർ പുതിയൊരു വാരിയബിൾ എന്ന് വിളിക്കുകയാണ്. അപ്പൊ ശ്രദ്ധിക്കുക, 1/x സാറ് u എന്ന് വിളിക്കുകയാണ് കേട്ടോ. ശ്രദ്ധിക്കുക, കുറച്ച് ഹയർ ഓർഡർ ആണ്, അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. 1/x സാറ് u എന്ന് വിളിക്കുകയാണ്. അതേപോലെ തന്നെ ഇവിടെയും 1/y ഉണ്ട്, ഇവിടെയും 1/y ഇല്ലേ? ഓക്കെ അല്ലേ?
അപ്പൊ അതിന് സാറ് പുതിയൊരു വാരിയബിൾ. അപ്പൊ യു എന്ന് വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അടുത്ത വരുന്ന വി ആണല്ലോ. അപ്പൊ ഇഷ്ടമുള്ളത് വിളിക്കുക കേട്ടോ, ഇഷ്ടമുള്ളത് വിളിക്കുക. നമ്മൾ യുവും വിയും എടുത്തുന്നുള്ളൂ സാറ്. വി എന്ന് വിളിക്കുകയാണ്. വി ഇസ് ഈക്വൽ ടു എന്താ 1/y എന്ന് വിളിക്കുകയാണ്. ഇനി ആരും എഴുതല്ലേ, ഒന്ന് ശ്രദ്ധിക്കുക. സാർ ചെയ്യുന്നതെന്ന് ശ്രദ്ധിച്ചേ. അപ്പോൾ ആക്ച്വലി നമ്മൾ എക്സും വൈയും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്തത് സാറ്? യു ഇസ് ഈക്വൽ ടു 1/x എന്നും അതേപോലെ വി ഇസ് ഈക്വൽ ടു 1/y എന്നും എടുക്കുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനെയാണ് നമ്മൾ 2 × 1/x എന്ന് എഴുതിയേക്കുന്നത്. 1/x നെ യു എന്ന് എഴുതി കഴിഞ്ഞാൽ ഈ 2/x അല്ലെങ്കിൽ 2 × 1/x 2u എന്ന് എഴുതാൻ പറ്റുമോ? ശരിയാണെങ്കിൽ നല്ലൊരു ഹായ് കാണിച്ചേ. ശരിയല്ലേ? 2u എന്ന് എഴുതിക്കൂടെ? യെസ്. പ്ലസ് ഇനി ഇവിടെ ശ്രദ്ധിക്കുക, 3 × 1/y നെ സാറ് വി എന്ന് വിളിച്ചതുകൊണ്ട് 3 × 1/y എന്ന് പറയുന്നത് വി ആണ്. സോ സാറിന് എങ്ങനെ എഴുതാം? 3v എന്ന് എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു 11. സിമിലർലി ഐ ക്യാൻ റൈറ്റ് 5 × 1/x അല്ലേ? അപ്പൊ 5 × 1/x is u. So 5u, സോറി മൈനസ് ആണ്, മൈനസ് 4 × 1/y. 1/y എന്ന് പറയുന്ന v ആണ്. സോ 4v which is equal to -7. ഇനി സാറിന്റെ ക്വസ്റ്റ്യൻ, now these two equation, I mean taking this as equation 3 and equation 4 or else equation 1 ഉം 2 ഉം എടുത്തോണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം ഓൾറെഡി ഇത് വേണമെങ്കിൽ നമ്മൾ equation 1 ഉം 2 ഉം എടുക്കുന്നതുകൊണ്ട് ഇത് എഴുതാം. ഇത് നമുക്ക് ഇനി ആവശ്യമില്ല ആക്ച്വലി ഈ രണ്ട് ഇക്വേഷൻസ്. ഐ ട്രാൻസ്ഫോം ദിസ് ഇക്വേഷൻ ടു ദിസ് ഫോം. അപ്പൊ ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. Now these two equations are linear equation in two variable അല്ലേ? സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആയെങ്കിൽ സാർ നല്ലൊരു ഹായ് കാണിച്ചേ. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആയില്ലേ? ആൻഡ് വിച്ച് ആർ ദ വാരിയബിൾസ് ദർ? ശരിക്കും എന്താണ് അവിടുത്തെ വാരിയബിൾസ്? യുവും വി അല്ലേ? ശരിയാണെങ്കിൽ ഒന്നുകൂടി ഒന്ന് ഹായ് കാണിച്ചേ. യുവും വി അല്ലേ? യെസ്, ഓക്കെ, വെരി ഗുഡ്. അപ്പോ നമ്മള് ഇതിന്റെ വേ പറഞ്ഞുതരാം കേട്ടോ സാറ്. ഇതിന്റെ പ്രൊസീജിയർ ആണ് പറയുന്നത്, ഐ മീൻ മെത്തഡോളജി ആണ് പറയുന്നത്. ഇത് എങ്ങനെ ഇനി സോൾവ് ചെയ്യാം? നമ്മൾ ഇത് രണ്ടും സോൾവ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് യു ആൻഡ് വി. യുവിന്റെ വാല്യൂം വിയുടെ വാല്യൂം കിട്ടും. എന്നിട്ട് ആ യുടെ വാല്യൂ ഇവിടെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ യു ദാറ്റ് വാല്യൂ ഇസ് ഈക്വൽ ടു 1/x. ദെൻ ടേക്കിംഗ് ഐ മീൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് എക്സ്. അതേപോലെ വിയുടെ വാല്യൂ ഇവിടെ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ വൈയുടെ വാല്യൂ കിട്ടും. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ വേ പറഞ്ഞല്ലോ, മക്കളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടാ. ഇതുവരെ എഴുതാ. ഈ യുവും വി ഒന്ന് സോൾവ് ചെയ്തേ. ഇത് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമുക്കറിയാലോ. അപ്പൊ അറിയാത്തവര് സാറിനൊന്ന് നോക്കിയിരിക്കുക കേട്ടാ. വളരെ കോൺഫിഡന്റ് ആയിട്ട് മാത്രം എന്ത് ചെയ്യുക, ചെയ്താൽ മതി. ബാക്കിയുള്ളവരൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ റാൻഡംലി പിക്ക് ചെയ്ത് ചോദിക്കാൻ പോവാണ് കേട്ടോ. കാരണം നോക്കുക, ഇവിടെ എനിക്ക് കോഎഫിഷ്യന്റ് സെയിം ആക്കണം. സോ ദർ ഇസ് നോ കോമൺ ഫാക്ടർ ബിറ്റ്വീൻ, ഐ മീൻ 5. എനിക്കത് ഒരു ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് കോഎഫിഷ്യന്റ് സെയിം ആക്കാൻ പറ്റുന്നില്ല. സിമിലർലി വിയുടെ ആയാലും കോഎഫിഷ്യന്റ് സെയിം ആക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോൾ സാർ എന്താ പറഞ്ഞിട്ടുള്ളത്? റാൻഡംലി പിക്ക് ചെയ്ത് സാറേ നോക്കട്ടെ, ഓർമ്മയുണ്ടോ നോക്കട്ടെ. അപ്പൊ ഈ പറഞ്ഞ മോനെ, ഇത് കോഎഫിഷ്യന്റ് സെയിം ആക്കാൻ എന്താണ് സാർ ചെയ്യേണ്ടത്? ഇവിടെ 2 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്, ഇവിടെ 3, ഇവിടെ 4 ആണ്. ഏതെങ്കിലും ഇക്വേഷൻ ഏതെങ്കിലും ചെയ്താൽ മതി. ഇപ്പൊ ഇവിടെയാണ് സാർ ചെയ്യുന്നതെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇത് കോഎഫിഷ്യന്റ് സെയിം ആക്കാൻ അത് അബേ പറയ് ഇത് 2, ഇത് 5 ആണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ 5 വരുത്താൻ പറ്റുമോ? അപ്പൊ ഇവിടെ ഒരിക്കലും 5 വരുത്താൻ പറ്റില്ല. ഇനി വേണമെങ്കിൽ ഒക്കെ വരുത്താം, അവിടേക്കൊന്നും പോട്ടെ. നിങ്ങൾ അത്രയ്ക്ക് നിങ്ങളുടെ ബേസിക്കിൽ നിന്ന് അത് വരുത്താൻ പറ്റില്ല അല്ലേ? അതേപോലെ ഇവിടെ 2 ആക്കാനും പറ്റില്ല. അങ്ങനെ വരുമ്പോ സാർ എന്താ പറഞ്ഞിട്ടുള്ളേ? അപ്പൊ ഈ ലീനിയർ ഇക്വേഷൻ 2 വേരിയബിൾ എലിമിനേഷൻ മെത്തേഡ് അറിയോ? എലിമിനേഷൻ അറിയാം, കൂടുതൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഉപയോഗിക്കാറ്. വലിയ ക്വസ്റ്റ്യൻസിലൊക്കെ ഇതൊക്കെ നോക്കുക, എലിമിനേഷൻ ഒക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടാ. സിമ്പിൾ ആണ് എലിമിനേഷൻ. ഓക്കെ, യെസ്. ഒരാളെ പിക്ക് ചെയ്ത് നെക്സ്റ്റ് ഒരാളെ പിക്ക് ചെയ്ത് നോക്കട്ടെ. യെസ്, അനന്യ പറയുമോനെ. പിന്നില്ലേ മക്കളെ, ഇതൊന്നും എടുത്ത് 1 മിനിറ്റ് അനന്യ. ഇത് ഇക്വേഷൻ 1 എന്നും എടുത്ത് എഴുതിക്കോളൂ. ഇത് ഇക്വേഷൻ 2 എന്നും എഴുതാം. എന്നിട്ട് നമ്മൾ യുവും വിയും കൊടുത്തപ്പോഴാണ് ഇക്വേഷൻ മാറി ഇക്വേഷൻ 3 ഉം 4. അനന്യ പറയൂ, ഇക്വേഷൻ 3 കറക്റ്റ് ആണ് അനന്യ പറഞ്ഞത്. വെരി ഗുഡ്. ഇക്വേഷൻ 3 എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാ. എടാ ഇങ്ങനെ വരുമ്പോ സാർ എന്താ പറഞ്ഞിട്ടുള്ളേ? 5 എടുത്ത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാ, 2 എടുത്ത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാ. ഓർമ്മയുടെ എടാ മറക്കാൻ വേണ്ടിയില്ല ഈ കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ ഓൾറെഡി ടീച്ചേഴ്സ് ആയാലും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ലീനിയർ ഇക്വേഷൻ 2 വേരിയബിൾ മോസ്റ്റ് ഓഫ് ദി സ്കൂളിലൊക്കെ എടുത്തിട്ടുണ്ടാവും. എനിവേ ഇതൊക്കെ എല്ലാവരും പറഞ്ഞിരുന്ന കാര്യം. ഇതെന്താ മറക്കുന്നത് നിങ്ങൾ? നോക്കാം. എന്താ ഇവിടെ 5 എടുത്ത് ഇക്വേഷൻ 3 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദെൻ യു വിൽ ഗെറ്റ് അനദർ ഇക്വേഷൻ
പിന്നെ അതേപോലെ ഇക്വേഷൻ 4 എടുത്തിട്ട് എന്ത് ചെയ്യാം മക്കളെ, ഇവിടുത്തെ കോഎഫിഷ്യന്റ് എടുത്ത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമ്മള് സെയിം ആയി കിട്ടും കേട്ടാ. നമുക്ക് നോക്കാം. ഇക്വേഷൻ 3 മൊത്തം സാറ് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 into 5 that is 10u, 3 into 5 15v, 11 into 5 ശ്രദ്ധിച്ചിട്ടാ, ഏതാണ് മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്പർ എന്ന് മറക്കരുത്, 5. അപ്പൊ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ഇക്വേഷൻ 4 സാർ എല്ലാ ടേമിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. 5നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10u എന്ന് കിട്ടും, മൈനസ് 4നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8v എന്ന് കിട്ടും, മൈനസ് 7നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 14 എന്ന് കിട്ടും. യെസ്, ഓക്കെ. നൗ യുവിന്റെ കോഎഫിഷ്യന്റ് സെയിം ആണ്. അപ്പൊ അതിനെ സാറിന് ക്യാൻസൽ ചെയ്യണം. അപ്പൊ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് സൈൻ നോക്കാണ്. റാൻഡംലി പിക്ക് ചെയ്യുക സാറേ. ആരാണ്? ഹിന, പറയും. സെയിം സൈൻ വരുമ്പോൾ എന്താ ഹിന ചെയ്യണ്ടേ? ആഡ് ആണോ സബ്ട്രാക്ട് ആണോ? സബ്ട്രാക്ട് ചെയ്യാൻ സാർ എങ്ങനെയാ പഠിപ്പിച്ചേ? സൈൻ ചേഞ്ച് ചെയ്യണം. എല്ലാ ടേമിന്റെയും സൈൻ ചേഞ്ച് ചെയ്യണം. എടാ ഈ കാര്യങ്ങളൊക്കെ ഓർമ്മയില്ലേ? ആക്ച്വലി നിങ്ങൾക്ക് ഇതൊരു റിവിഷൻ ആയിട്ട് എടുക്കാട്ടോ. ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് ആയി കാണിച്ചേ. കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ പറഞ്ഞു തന്നിട്ടുള്ളത്. എല്ലാത്തിന്റെയും സൈൻ ചേഞ്ച് ചെയ്യും സാറ്. ഇൻ ഓർഡർ ടു സബ്ട്രാക്ട് നമ്മൾ എന്താ ചെയ്യാ? ചേഞ്ച് ദ സൈൻ ആൻഡ് ആഡ് എന്നാണ് സാർ പഠിപ്പിച്ചത്. സൈൻ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ. അപ്പൊ നമ്മൾ ഈ ചേഞ്ച് ചെയ്യുന്ന സൈൻ അതേപോലെ സാർ ഒരു ബ്രാക്കറ്റിലൊക്കെ ഇട്ട് വെക്കാൻ പറയാറുണ്ട്. കാരണം എന്താ? അത് നിങ്ങൾ മനസ്സിലാവണം. നൗ ദ ന്യൂ സൈൻ ഈസ് ദിസ് അല്ലെ. അപ്പോ എനിവേ ഇത് ഞാൻ ആഡ് ചെയ്യുമ്പോൾ ഇത് ക്യാൻസൽ ആയി. +15 + 8 that is 23 എന്ന് കിട്ടും സാറിന്. 23v which is equal to 55 + 14 that is equal to എന്താ വരുന്നത് സാറിന്? 69 എന്നാണല്ലോ വരുന്നത്. 69. അപ്പൊ v is equal to 69 divided by 23. 23 into 3 ആണ് 69. സോ എന്താ? v is equal to സാറിന് 3 എന്നാണ് കേട്ടോ കിട്ടുന്നത്. v3 കിട്ടിയവരുണ്ടെങ്കിൽ ഒന്ന് ആയി കാണിച്ചേ സാറിന്. അപ്പൊ v3 കിട്ടിയോ? ചെയ്യുന്നവരുണ്ടെങ്കിൽ മാത്രം കേട്ടോ. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഇനി ശ്രദ്ധിക്കുക. ഓക്കെ. യെസ്, ഇനി ശ്രദ്ധിക്കുക. ഇനി യുവിന്റെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളവർ ശ്രദ്ധിക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. സാറ് പറഞ്ഞ വേ ക്ലിയർ ആണല്ലോ. നമ്മൾ യുവും വിയും കണ്ടുപിടിക്കുകയാണ്. അതിൽ v കിട്ടി സാറിന്. ഇനി ഈ വിയുടെ വാല്യൂ ഏതെങ്കിലും ഇക്വേഷനിൽ സാർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് ദ കറസ്പോണ്ടിങ് വാല്യൂ ഓഫ് യു. അപ്പൊ ഐ നീഡ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് യു. അപ്പൊ ഞാൻ ഇവിടെ ചെയ്യുന്നത് എന്താണ്? ഏതെങ്കിലും ഇക്വേഷൻ കൊടുത്താൽ മതി കേട്ടോ. സാറ് ചെയ്യുന്നത് ഇക്വേഷൻ 3ലാണ് കൊടുക്കുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് v is equal to 3 in equation 3 either in 3 or 4 ഏതിൽ കൊടുത്താലും മതി. സാർ 3ൽ കൊടുക്കുമ്പോൾ 2u plus 3 into വിയുടെ വാല്യൂ that is 3 which is equal to 11 implies 2u plus 9 which is equal to 11. Then 2u is equal to plus 9 right side എടുക്കുമ്പോൾ minus 9. 2u is equal to 2 implies u is equal to 2 divided by 2 which is equal to 1. I wrote all the steps. ഞാൻ എല്ലാ സ്റ്റെപ്സും എഴുതിയിട്ടുണ്ട് സാറ്. and I know that most of the students ഇത് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ വളരെ പെട്ടെന്ന് ജമ്പ് ചെയ്ത് എഴുതിക്കോളൂ. സ്റ്റെപ്സിനൊന്നും മാർക്കില്ല. the value of u, the corresponding value of v ഇതിനാണ് മാർക്ക്. after that നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ എക്സിന്റെയും വൈയുടെയും വാല്യൂ കിട്ടും. അപ്പൊ ഇതുവരെ സാറ് ചെയ്തതിൽ എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസിൽ ഓവർ ചെയ്തോ സാർ. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സാറിനോട് ഹാൻഡ് റൈസ് ചെയ്ത് ചോദിക്കുക കേട്ടോ. സാർ ഇതുവരെ പറഞ്ഞതിൽ എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്ത് ചോദിക്കുക. ആയിഷ, യെസ്, പിക്ക് ചെയ്തോ. ചോദിക്കും മോനെ. സർ ഇവിടെ 5x - 3y എന്നല്ലേ പറയുന്നത്. അപ്പൊ നമ്മൾ u is equal to 1/x എന്നല്ലേ കിട്ടുക. അപ്പോൾ വാല്യൂ കിട്ടിയിട്ട് നമ്മൾ ഇവിടെ കൊടുത്താൽ മതിയുടെ. ഡോണ്ട് ബോദർ അബൌട്ട് അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആഫ്റ്റർ ഗോട്ടിംഗ് ദ വാല്യൂ ഓഫ് x and y you just substitute in that expression ട്ടോ. x ന്റെ y യുടെ അവിടെ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്ലിയർ? ഓക്കെ. നെക്സ്റ്റ് അതാണ് ഏഞ്ചലോ. യെസ്, ഏഞ്ചലോ പറയുമോനെ. സാർ ഞാനേ ഇവിടെ യു കണ്ടുപിടിച്ചില്ലേ, കണ്ടുപിടിച്ചിട്ട് അപ്പോ ഞാൻ എടുത്തത് 2u അല്ല 10u - 8u ഇല്ലേ? എവിടെ 10u? ഇവിടെ ഇക്വേഷൻ 4 അതെടുത്ത് ചെയ്തപ്പോഴും u = 1 കിട്ടിയേ. അങ്ങനെ ചെയ്താലും മാർക്ക് കിട്ടുമല്ലോ. സാറ് പറഞ്ഞിട്ടില്ലേ ഏത് വാല്യൂന് കൊടുക്കാടാ? നമ്മളൊരു എലിമിനേഷൻ മെത്തേഡില് നമ്മൾ ഏതെങ്കിലും ഒരു വാരിയബിൾ ക്യാൻസൽ ചെയ്തിട്ട് മറ്റേ വാല്യൂ കിട്ടും അല്ലെ. ആ കിട്ടിയ വാരിയബിള് നമ്മുടെ വാല്യൂ ഏത് ഇക്വേഷനിലും കൊടുക്കുക. ഏതർ ഇൻ ഇക്വേഷൻ 1 or equation 2. ഹിയർ ഇറ്റ് ഈസ് equation 3 or equation 4. ഏത് കൊടുത്താലും കറസ്പോണ്ടിങ് വാല്യൂ സെയിം ആയിരിക്കും കേട്ടോ. മോന് ഇഷ്ടമുള്ള ഏതാണ് മോർ സിമ്പിൾ ഇക്വേഷൻ അല്ലെങ്കിൽ മോന് ഇഷ്ടമായിട്ട് തോന്നിയ ഇക്വേഷൻ അതിൽ കൊടുത്താൽ മതി. ഓക്കെ. അത് അങ്ങനെയാണ് പ്രൊസീജിയർ. ഓക്കെ, മാർക്കുണ്ട് കേട്ടോ. വിനയ്, എന്ത് പറ്റി? വീഡിയോ ഓഫ് ആണല്ലോ വിനയ്. വിനയ്
ആ എന്ത് പറ്റി? ഗുഡ് ഈവനിങ് സാർ, പനിയാണ് അതെ, പനിയാണ് അയ്യോ, എന്നാ എന്താണ് ഡൗട്ട് പറയൂ. സാർ. ഞാൻ ഈ എലിമിനേഷൻ തന്നെ സബ് ചെയ്യൂല നമ്മ ആ ഒരു 3 കണ്ടപ്പോ തന്നെ എനിക്ക് ഏകദേശം ഉറപ്പാണ് അത് 1 കിട്ടുന്നത്. അപ്പൊ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് നേരെ 1 എന്നൊക്കെ എഴുതാലോ, കുഴപ്പമൊന്നുമില്ല. ഐ മീൻ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തതൊന്ന് കാണിക്കാം. യുടെ വാല്യൂ 1 എഴുതിയാൽ കുഴപ്പമില്ല. ആ അതന്നെ, ഡയറക്റ്റ് ആ യുടെ 3 വാല്യൂ കൊടുത്തിട്ട് പെട്ടെന്ന് 1 നേരെ 1 എഴുതരുത്. എഴുതാലോ. കാരണം നോക്കുന്ന എക്സാമിനർ നീ കോപ്പി ചെയ്തതാണോ അല്ലെങ്കിൽ ഹൗ യു ഗോട്ട് ദാറ്റ് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെച്ചാലോ. ജസ്റ്റ് അല്ല, 2u + 3 × 3 അത്ര എഴുതിയാൽ എത്ര പോരെ. മതി, എത്ര അത് മതി, കഴിഞ്ഞിട്ട് എത്ര പിന്നെ മതി. നേരെ ഓക്കെ, അത്ര മതി കേട്ടോ. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി. ദെൻ യു ക്യാൻ റൈറ്റ് യു ഈസ് ഈക്വൽ ടു 1 ട്ടാ. അപ്പോൾ തന്നെ ഇതാ. ഓക്കെടാ. വിവേക് ചോദിക്കും മോനെ. വേഗാവട്ടെ. സാർ എക്സും കിട്ടിയ വിവേകിന് എക്സ് വൈ എത്രയാ പറഞ്ഞോ. വിവേകിന്റെ എക്സും വൈ കേൾക്കട്ടെ സാർ. എക്സ് ഈക്വൽ ടു 1, x = 1, y = 1/3. മക്കളെ എക്സിന്റെ വാല്യൂ 1, വൈയുടെ വാല്യൂ 1/3 കിട്ടിയവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്യുക. നോക്കട്ടെ എത്ര പേർക്ക് സാറിന് കിട്ടിയ നോക്കട്ടെ. അടിപൊളി. സോ വളരെ സിമ്പിൾ ആണല്ലോ, നിങ്ങൾ നന്നായി ചെയ്തിട്ടുണ്ട്. യെസ്, അടിപൊളി കേട്ടോ. അപ്പോൾ സാറ് ചെയ്യേണ്ടെന്നാണ് പറയുന്നത്. എന്നാലും ഞാൻ ജസ്റ്റ് ആരെങ്കിലും എവിടെയെങ്കിലൊക്കെ കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. യു ഇസ് ഈക്വൽ ടു എന്താണ് 1/x ആണ്. സോ യുവിൻ്റെ വാല്യൂ 1 ആണ്. സോ 1 സബ്സ്റ്റിറ്റ്യൂട്ടിങ് യു ഇസ് ഈക്വൽ ടു 1. സോ 1 ഇസ് ഈക്വൽ ടു 1/x. സാർ ഓൾറെഡി പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളൊരു ഫ്രാക്ഷൻ വേറൊരു ഫ്രാക്ഷനോട് ഈക്വൽ ആകുമ്പോൾ നമ്മൾ അങ്ങോട്ട് ക്രോസ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ 1 എന്ന് മാത്രമേ ഉള്ളൂ, ദാറ്റ് ഈസ് 1/1. അപ്പോൾ ജസ്റ്റ് 1 × x ഇങ്ങോട്ട് ചെയ്യുമ്പോൾ 1 × x ഇസ് ഈക്വൽ ടു ഇവിടെ 1 അല്ലേ? ശരിയാണെങ്കിൽ ഒന്ന് ഹായ് കാണിച്ചേ. കറക്റ്റ് അല്ലേടാ? വളരെ സിമ്പിൾ അല്ലേ? യെസ്, വെരി ഗുഡ്. ഇനി നമുക്ക് അതേപോലെ തന്നെ വൈയുടെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് v ഇസ് ഈക്വൽ ടു എന്താ 1/y എന്ന് അറിയാം. അപ്പൊ v എന്ന് പറയുന്നത് ഓൾറെഡി നമുക്ക് എന്താണ് 3 എന്ന് കിട്ടിയിട്ടുണ്ട്. സോ 3 ഇസ് ഈക്വൽ ടു 1/y എന്ന് കിട്ടാണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക. ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ മേ ബി ഇതിനിങ്ങനെ റെസിപ്രോക്കൽ എടുത്ത് ചിന്തിച്ചിട്ടുണ്ടാവും കേട്ടോ. അതും ഓക്കെയാണ്. യു ടേക്കിംഗ് റെസിപ്രോക്കൽ ഹിയർ, ദെൻ ടേക്കിംഗ് റെസിപ്രോക്കൽ ഹിയർ, ദാറ്റ് ഓൾസോ കറക്റ്റ്. Then taking reciprocal here, then taking reciprocal here, that implies y equal to 1/3. അപ്പോൾ anyway ഇവിടെ y സാധാരണ നോർമലി ചെയ്യുമ്പോൾ 3 × y, that is 3y, which is equal to 1. So y is equal to എന്താണ് 1/3 ആണ് കേട്ടോ. But actually the answer is not complete. Actually they asked to find 5x, my value of 5x minus 3y. അപ്പോൾ അത് എത്രയാണ് ചാറ്റിലിട്ടോ? വേഗാവട്ടെ ചാറ്റിലിട്ടെ. എത്ര 5x minus 3yയുടെ വാല്യൂ കിട്ടിയത്? Therefore 5x minus 3y is equal to 4 എന്നാണ് സാർ ഇരിക്കുന്നത്. 4 എന്നാണ് അല്ലേ? യെസ്, വെരി ഗുഡ്. 4 എന്നാണ് പറയുന്നത്. നോക്കാം 5, കാരണം എല്ലാവരും ഒരേപോലെ അയക്കുന്നുണ്ട്. 5 × എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ദെൻ 1, യെസ്, മൈനസ് 3 × വൈയുടെ വാല്യൂ 1/3. വളരെ സിമ്പിൾ ആണ്. 3 ക്യാൻസൽ ആകും, അല്ലെങ്കിൽ 3/3 1 ആണ്. സോ 5 - 1 which is equal to 4. യെസ്, വെരി ഗുഡ്. അപ്പോൾ ക്ലിയർ ആണല്ലോ. ഞാനേ സാർ ഇന്നലെ ഒരു ഹോംവർക്ക് തരാൻ വിട്ടുപോയതാണ് സത്യത്തിൽ. വളരെ സിമ്പിൾ ആണ്. നമുക്കത് പിന്നെ ഹോംവർക്കായിട്ട് ചെയ്യേണ്ട. നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പം നിങ്ങൾ എന്നെ വേഗം പറഞ്ഞാൽ മതി കേട്ടോ. ഓൾറെഡി ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്ത മോഡൽ ക്വസ്റ്റ്യൻ ആണ്. 1 മിനിറ്റ് കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ റേസ് ചെയ്തോളൂ. ആരാ ഡൗട്ട്? ആൻവിൻ എന്ത് പറ്റിയടാ? കീർത്തനക്ക് എന്ത് പറ്റി മോനു? ഓക്കെ. കീർത്തന ഫസ്റ്റ് ചാപ്റ്ററിലെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് അത് ചെയ്യാം കേട്ടോ നമുക്ക്. കാരണം അത് ഓൾറെഡി റെഗുലറിലും ഒരേപോലെ അവർക്കും കിട്ടിയിട്ടില്ല. നമുക്ക് അത് ചെയ്യാം കേട്ടോ. അത് പിന്നീട് ചെയ്യാം, ഒരുമിച്ച് ചെയ്യാം. ഓക്കെ. യെസ്, 1 മിനിറ്റ് സാർ, മ്യൂട്ട് ചെയ്തു. മക്കളെ ഇത് വളരെ സിമ്പിൾ ആണ്. എനിക്കറിയാം നിങ്ങൾ എല്ലാവരും വേഗം ചെയ്യും. സോ വേഗം ചെയ്തോ. ഫോർ വാട്ട് വാല്യൂ ഓഫ് k does the system of linear equation 2x + 3y is equal to 7, then എന്താ k - 1 × x plus k + 2 × y is equal to 3k have an infinite number of solutions കേട്ടോ. സാർ അത് ഹോംവർക്ക് തരാൻ വിട്ടുപോയതായിരുന്നു, പക്ഷെ ഇപ്പൊ നിങ്ങൾ ചെയ്തോ. വേഗം ചെയ്ത് പറഞ്ഞ സാറിൻ്റെ അടുത്ത് വേഗാവട്ടെ കേട്ടോ. അതുകൊണ്ട് നമുക്ക് വേർഡ് പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. വേഗാവട്ടെ.
അപ്പോൾ ചെയ്തോ കേട്ടോ. വേഗം അവിടെ ചെയ്ത ആൻസർ കിട്ടിയെങ്കിൽ സാറ് തുടങ്ങാം. വേഗം അവിടെ ആരെങ്കിലും പറഞ്ഞു തരണോ അല്ലെ സാറിന്? എനിബഡി കെയുടെ വാല്യൂ കിട്ടിയോ? ആരാ ഫസ്റ്റ് വരുന്നത്? അതാരാ? ജോയ്സ് ഫസ്റ്റ് വന്നിരിക്കുകയാണ് മക്കളെ. ഫോളോഡ് ബൈ വിവേക്. പറയ് ജോയ്സ്, പറയാ ആൻസർ. 2 എന്നാണ് പറയുന്നത്. വിവേകിനെ അൺമ്യൂട്ട് ചെയ്തേ നോക്കട്ടെ ജോയ്സേ. ഒന്ന് ഉറപ്പിക്കോ എന്താണ് ജോയ്സെ മാറിക്കൊണ്ടിരിക്കുന്നത്? 7. വിവേക് എന്തായിട്ടേ? സെയിം 7. അതേത് 7? ഓക്കെ 7. ഓക്കെ ശരി, വെരി ഗുഡ്. 7 എന്നാണ് പറയുന്നത് മക്കളെ. വേറെ ആരെങ്കിലും 7 കിട്ടിയവരുണ്ടോ നോക്കട്ടെ? നമ്മുടെ ദിയ വന്നിട്ടുണ്ടല്ലോ. ദിയനെ പിക്ക് ചെയ്തേ. ഡൗട്ട് അയച്ചിട്ടുണ്ടായിരുന്നു, കിട്ടിയോ? കിട്ടിയില്ല. ഒന്നുകൂടി ചോദിക്കണേ. സാർ അയച്ചിട്ടുണ്ട്, അന്ന് ക്രോസ് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ 7 ആണ് അല്ലേ? ഓക്കെ, അപ്പോ 7 കിട്ടിയോ? ഒരു നല്ലൊരു ഹായ് കാണിച്ചേ സാറിന്. 7 കിട്ടിയോ? യെസ്. അടിപൊളി. അപ്പോ ഫോർ വാട്ട് വാല്യൂ ഓഫ് കെ ഡസ് ദ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഹാവ് ആൻ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് എന്നാണ് ചോദിക്കുന്നത്. സോ അവിടുത്തെ കണ്ടീഷൻ ഓർക്കുക. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ദാറ്റ് ഇംപ്ലൈസ് ദാറ്റ് ഈസ് എന്താ കോയിൻസിഡന്റ് ലൈൻസ്. അപ്പോൾ കോയിൻസിഡന്റ് ലൈൻസ്, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ, അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്താണത്? അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് ലൈൻസ് ഒക്കെ പറഞ്ഞിട്ട് സാർ അതൊക്കെ സെയിം ആണ്. അവരൊക്കെ കണ്ടീഷൻ വരുന്നത് എന്താണത്? A1/A2 is equal to B1/B2 which is equal to C1/C2. നമ്മുടെ എല്ലാ റേഷ്യോസും എന്താ മക്കളെ? ഈക്വൽ ആണ്. ആൻഡ് A1 അത് ഓൾറെഡി നമ്മൾ ലാസ്റ്റ് വീണ്ടും പഠിച്ചതായിരുന്നു അല്ലേ? അപ്പം എല്ലാം അറിയാം നിങ്ങൾക്ക്. എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് A1. സോ ഹിയർ ഇറ്റ് ഈസ് 2 ബൈ നെക്സ്റ്റ് ഇക്വേഷനിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് A2. സോ ദാറ്റ് ഈസ് K-1 which is equal to B1 എന്ന് പറയുന്ന വൈയുടെ കോഎഫിഷ്യന്റ് ആണ്. ദാറ്റ് ഹിയർ ഇറ്റ് ഈസ് 3. ദെൻ B2 എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇക്വേഷനിൽ വൈയുടെ കോഎഫിഷ്യന്റ് ആണ്. ദാറ്റ് ഈസ് K+2 which is equal to C1 എന്ന് പറയുന്നത് മക്കളെ കോൺസ്റ്റന്റ് ടേം ആണ്. സോ 7 ഡിവൈഡഡ് ബൈ C2 എന്ന് പറയുന്നത് 3K. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാർ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കിവിടെ 3 കണ്ടീഷൻസ് അല്ലെങ്കിൽ 3 സെപ്പറേറ്റ് റിലേഷൻസ് ആണ് നമുക്കിവിടെ ഫോം ചെയ്ത് കിട്ടുന്നത്. എയ്തർ യു ക്യാൻ റൈറ്റ് 2/K-1 is equal to 3/K+2. If you solve this, then you will find the value of K, or you got the value of K. The same value of K will got by solving the second and third, equating second and third. 3/K+2 which is equal to 7/3K. Or you can do the first and last, that is 2/K-1 is equal to 7/3K. Which is more simple, then you can just equate that. നിങ്ങൾക്ക് ഏതാണോ സിമ്പിൾ ആയിട്ട് തോന്നുന്നത് ഇക്വേറ്റ് ചെയ്ത് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കുക കേട്ടോ. അപ്പോൾ 1002 ചെയ്യണം, 1002 ചെയ്യാം. അല്ലെങ്കിൽ ഇത് 2 ചെയ്യണമെങ്കിൽ ഇത് 2 ചെയ്യാം. ഇപ്പോൾ സാർ ഇപ്പോൾ ഇത് 2 ചെയ്യണമെന്ന് ചോദിക്കാം. 3/K+2 which is equal to, അപ്പം നിങ്ങൾ എഗെയിൻ അതൊന്ന് എടുത്ത് എഴുതാം. 3 ഏതാണ് ഇക്വേറ്റ് ചെയ്യുന്നത് എടുത്ത് എഴുതാം കേട്ടോ. 3/3 സോറി ഇവിടെ 3 ഇല്ല. 3/K+2 which is equal to 7/3K. ദെൻ ഒരു ഫ്രാക്ഷൻ വേറൊരു ഫ്രാക്ഷനോട് ഈക്വൽ ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ? 3 × 3K ദാറ്റ് ഈസ് 9K which is equal to 7 × K+2 ആണ്. അപ്പോൾ 7 ഉള്ളിലേക്ക് എടുക്കുമ്പോൾ 9K is equal to 7 × K, that is 7K plus 7 × 2, that is 14. 9K 7K ലെഫ്റ്റ് സൈഡിൽ എടുക്കുമ്പോൾ minus 7K which is equal to 14. Then implies എന്താ കിട്ടുന്നത് മക്കളെ? implies 9K minus 7K, that is 2K which is equal to 14. Implies K is equal to 14/2 which is equal to 7. അത് ഏത് ഇക്വേറ്റ് ചെയ്താലും ഇതായിക്കോട്ടെ. ഇപ്പം ഇതാണ് സാർ ഇക്വേറ്റ് ചെയ്തത്. ഇത് ഇക്വേറ്റ് ചെയ്താലും 7 കിട്ടും, ഇത് ഇക്വേറ്റ് ചെയ്താലും 7 കിട്ടും കേട്ടോ. യു ക്യാൻ ചൂസ് ഏത് വേണമെങ്കിലും. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സാറിനോട് ചോദിച്ചോ. ഹാൻഡ് റൈസിൽ ഓവർ ചെയ്തോ സാറേ. യെസ്, എവിടെയാ? യെസ്, ക്ലിയർ ആണ് അല്ലേ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. അപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ, ഒരു മടിയും കാണിക്കേണ്ട. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. സോ ഒരു വേർഡ് പ്രോബ്ലം നമ്മൾ പയ്യെ വേർഡ് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. യെസ്, കൊടുത്തു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സാറ് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, അത് നോട്ട് ചെയ്തോ. ആരില്ല അല്ലേ? അപ്പൊ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തോ മക്കളെ. ഹാഫ് ഓഫ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ 2 numbers ഈസ് 2. ഹാഫ് ഓഫ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ 2 numbers ഈസ് 2. The sum of the greater number and twice the smaller number is 13. Find the numbers. Find the numbers.
നമ്മൾ ഈ വേർഡ് പ്രോബ്ലംസ് ആണ് ഇപ്പോൾ സാറിന് അറിയാമല്ലോ, ഇപ്പോൾ സാറ് പഠിപ്പിച്ച് ഇങ്ങനെ എപ്പോഴും കുട്ടികൾക്ക് പറയുന്ന മീൻസ് എപ്പോഴും എന്ന് വെച്ചാൽ കുറച്ച് കുട്ടികൾ പൊതുവേ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വേർഡ് പ്രോബ്ലംസ് വായിച്ച് മനസ്സിലാക്കാൻ അത് പ്രാക്ടീസ് കുറവിൻ്റെ മാത്രമാണ്. അതിന് സാറിന് പറയാനുള്ള ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്യണം ബൈ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് മാത്രം ഡെവലപ്പ് ചെയ്യേണ്ടതാണ് കേട്ടോ. അത് നമ്മൾ ആദ്യം കുറേ കാര്യങ്ങളൊക്കെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. നമ്മൾ ഈ സെൻറ്റൻസ് റീഡ് ഔട്ട് ചെയ്ത് മനസ്സിലാക്കുക എന്ന് പറയുന്നത് കുറേയൊക്കെ കോമൺ ആണ്. മോറോവർ നമ്മളിങ്ങനെ എടുത്തെടുത്ത് പഠിപ്പിക്കുന്നതിനേക്കാൾ മക്കൾ എന്ത് ചെയ്യുക, കാര്യം മനസ്സിലാക്കിയ ശേഷം നിങ്ങൾ തന്നെ ഒബ്സർവ് ചെയ്യുക, ആ തന്നിട്ടുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്ത് കറക്റ്റായിട്ട് അത് എടുത്ത് എഴുതി പ്രാക്ടീസ് ചെയ്യുക എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യാം, മോർ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഡൗട്ട് ക്ലിയർ ചെയ്യാണ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, ഓക്കെ. അപ്പോൾ യെസ്, ക്വസ്റ്റ്യൻ വായിക്കും. ആരാ പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ വായിച്ചിട്ട് പറയൂ. നിങ്ങൾക്കാണ് സാർ വിട്ടുതരുന്നത്. നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. ആക്ച്വലി ക്വസ്റ്റ്യൻ വായിച്ച് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കും. ഇപ്പം ഞാനൊരു വേ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ എന്താ, ഹാഫ് ഓഫ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ടു നമ്പേഴ്സ്. രണ്ട് നമ്പേഴ്സ് ഉണ്ട്, ആ രണ്ട് നമ്പേഴ്സിന്റെ ഡിഫറൻസിന്റെ ഹാഫ്, ഡിഫറൻസ് എത്രയാണോ അതിന്റെ ഹാഫ്, അത് എത്രയാ, 2 എന്നാണ് പറയുന്നത്. ഇനി the sum of the greater number and twice the smaller number is 13. From the second equation I got that anyway അതിപ്പോൾ സെക്കൻഡ് ഇക്വേഷൻ എന്നല്ല, രണ്ട് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ one will be greater and the other will be smaller. അപ്പം ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതായിരിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ ആ വലുതിൽ നിന്ന് ചെറുത് സബ്ട്രാക്ട് ചെയ്തപ്പോൾ ഫ്രം ദ ലാർജർ സബ്ട്രാക്ടിങ് ദ സ്മോളർ then you got 13 എന്നാണ് പറയുന്നത്. അല്ലല്ല, അങ്ങനെയല്ല, സം ഓഫ് ദി ഗ്രേറ്റർ നമ്പർ ആൻഡ് ട്വൈസ് എ സ്മോളർ നമ്പർ. എനിവേ, അപ്പോൾ സാർ ഗ്രേറ്റർ നമ്പറിനെ ഒന്ന് എക്സ് ആക്കി എടുക്കാം. ലെറ്റ് നമ്മൾ അങ്ങനെ എടുക്കുന്നുണ്ട്, കുഴപ്പമില്ല, ഗ്രേറ്റ് നമ്പർ എന്ന് പറയാം, കാരണം ഇവർ എടുത്ത് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഗ്രേറ്റ് നമ്പറിന് ഏതാ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ലെറ്റ് ദ ഗ്രേറ്റർ നമ്പർ സാർ ഇപ്പോൾ എക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ ആൻഡ് സ്മോളർ നമ്പർ സാറിന് എന്താക്കി എടുക്കാം, വൈ ആക്കി എടുക്കാം. സ്മോളർ നമ്പർ ബി വൈ ആക്കി എടുക്കുകയാണ് സാറ്. സ്മോളർ നമ്പർ വൈ ആക്കി എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഹാഫ് ഓഫ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു നമ്പേഴ്സ് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, രണ്ട് നമ്പേഴ്സിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജർ നമ്പർ ആയിട്ടുള്ള എക്സിൽ നിന്ന് സ്മോളർ നമ്പർ ആയിട്ടുള്ള വൈ സബ്ട്രാക്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 2 അല്ല, അത് ഈ ഡിഫറൻസിന്റെ ഹാഫ് എന്നാണ് പറയുന്നത്. അപ്പൊ ഹാഫ് ഓഫ് ദി ഡിഫറൻസ്, ശ്രദ്ധിക്കേട്ടാ, ബിറ്റ്വീൻ ടു നമ്പേഴ്സ്, ഡിഫറൻസ് എന്താണോ അതിന്റെ ഹാഫ്. അപ്പൊ എക്സും വൈ ആണ് രണ്ട് നമ്പേഴ്സ്, അവരുടെ ഡിഫറൻസ് എന്താണോ അതിന്റെ ഹാഫ് എന്ന് പറയുന്നത് എന്താ, 2. ക്ലിയർ ആണെങ്കിൽ ഒന്ന് ഹായ് കാണിച്ചേ. ക്ലിയർ ആണോ? എക്സ് മൈനസ് വൈ ഹോൾ ഡിവൈഡഡ് ബൈ 2. വെരി ഗുഡ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഡിവിഷൻ ബൈ 2 ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പോൾ ഈ 2 സാർ റൈറ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ അത് മൾട്ടിപ്ലിക്കേഷൻ ആവും. സോ എക്സ് മൈനസ് വൈ വിച്ച് ഇസ് ഈക്വൽ ടു 2 into 2 ദാറ്റ് ഈസ് 4. സോ സാറിന് എന്ത് കിട്ടിയടാ, ഒരു ഇക്വേഷൻ കിട്ടി. ഇതേപോലെ നമുക്കൊരു നെക്സ്റ്റ് കണ്ടീഷൻ തന്നിട്ടുണ്ടാവും, യു ക്യാൻ ഫോർമുലേറ്റ് അനദർ ഇക്വേഷൻ ആസ് എ പെയർ ഓഫ് ദിസ്. അപ്പോൾ അത് സോൾവ് ചെയ്തെടുക്കാൻ പറ്റൂ കേട്ടോ. അപ്പോൾ അത് സിമ്പിൾ ആണ്. അത് ആരാ പറഞ്ഞുതരാൻ വരുന്നത്, അടുത്ത സെന്റൻസ് വായിച്ച് പറഞ്ഞേ. The sum of the greater number and twice the smaller number. അപ്പോൾ anyway sum of the numbers എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that implies anyway two numbers are adding അല്ലേ together to get എത്രയാ 13 കിട്ടുന്ന പറയുന്നത്. അപ്പോൾ ഈ രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയാണെന്നാണ് ഇനി സാറിന് പറഞ്ഞു തരുന്നത്. ആ സം ചെയ്ത നമ്പേഴ്സ് ഏതൊക്കെയാ? യെസ്, പറഞ്ഞു. ആരാ പിക്ക് ചെയ്തോ? ആരാണ്? ആരുല്ലേ? ഹാൻഡ് റൈസ്. ഫൈസ് ആലോചിച്ച് പറയും. ഫൈസേ, രണ്ട് നമ്പേഴ്സ് സം ചെയ്യുന്നുണ്ട്. ഏതൊക്കെ നമ്പേഴ്സാ? ഗ്രേറ്റർ നമ്പർ ആൻഡ് ട്വൈസ് എ സ്മോളർ നമ്പർ. അപ്പൊ ഈ രണ്ട് നമ്പേഴ്സ് സം ചെയ്യുന്ന പറഞ്ഞേ. എക്സ് പ്ലസ് വൈ. അപ്പോ നീ പറഞ്ഞത് എക്സ് എന്ന് പറയുന്നത് ലാർജർ നമ്പറും വൈ എന്ന് പറയുന്ന സ്മോളർ നമ്പറും കൂട്ടിയപ്പോൾ 13 കിട്ടി. അതാണോ പറയുന്നത് ഈ സെന്റൻസ്? ഒന്നുകൂടി വായിച്ചേ. സം ഓഫ് ദി ഗ്രേറ്റർ നമ്പർ ആൻഡ് ട്വൈസ് എ സ്മോളർ നമ്പർ. Twice, you don't mind the word twice. എന്താ twice മൈൻഡ് ചെയ്തില്ലല്ലോ. Twice എന്താ? Yes, 2. അപ്പൊ x plus 2. വെരി ഗുഡ് മക്കളെ. x plus 2y is equal to 13 കറക്റ്റ് ആണ്. ഒന്ന് ആയി കാണിച്ചേ. x plus 2y is equal to 13. യെസ്. ഇനി ഇവർ തമ്മിൽ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സും വൈയും കിട്ടും. അത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. വേഗം പറയാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയുന്ന കേസാണ്. നമ്മളിപ്പോൾ ഇതിപ്പോൾ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ നമ്മൾ തുടങ്ങിയെന്നുള്ളൂ. നമ്മൾ ഈ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ, ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്യുക, ദെൻ ആഫ്റ്റർ ദാറ്റ് സോൾവ് ചെയ്യുക എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ്. വളരെ സിമ്പിൾ ആയിരിക്കും. മോസ്റ്റ് ഓഫ് ദി ലീനിയർ ഇക്വേഷൻസ് എപ്പോഴും സിമ്പിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കും കിടക്കുകയും ചെയ്യുക കേട്ടോ. അതായത് എക്സിന്റെ ഒക്കെ കോഎഫിഷ്യൻസ് ഓൾറെഡി സെയിം ആയിരിക്കും, 1 ഒക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാം. ഇതേടെ മക്കളെ, ഇവിടെ എക്സിന്റെ കോഎഫിഷ്യൻ ഇവിടെയും 1 ആണ്, ഇവിടെയും 1 ആണ്. അപ്പോൾ എന്താ, ഇവിടെ ഇപ്പോൾ സൈൻ സെയിം ആയതുകൊണ്ട് സൈൻ ചേഞ്ച് ചെയ്യുക അല്ലേ. ഇവിടെ മൈനസ്, ഇവിടെ മൈനസ്, ഇവിടെ മൈനസ്, സൈൻ ചേഞ്ച് ചെയ്തിട്ട് ആഡ് ചെയ്യുന്നു. അപ്പോൾ എക്സ് മൈനസ് എക്സ് 0
കല്യാണിനെ പിക്ക് ചെയ്തേ സാറേ. കല്യാണി പറയേ. ഗുഡ് ഈവനിങ് കല്യാണി. യെസ്. X is equal to 13, y is equal to ഒറ്റ മിനിറ്റ് സാറേ, ചെറിയൊരു മിസ്റ്റേക്ക് കിട്ടിയാ? എന്നാ ചെക്ക് ചെയ്യ്. y is equal എന്തോ മിസ്റ്റേക്ക് പറ്റിയെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഒരാളെ പിക്ക് ചെയ്തേ. എക്സിന്റെ വാല്യൂ എന്താ? കാർത്തിക്. ഹായ് കാർത്തിക്. യെസ്. ഹലോ. ഗുഡ് ഈവനിങ്. പറയടാ. എക്സിന്റെ വാല്യൂ 7 എന്നാണ് പറയുന്നത് മക്കളെ. വൈയുടെ വാല്യൂ 3 എന്നാണ്. കാർത്തിക് കറക്റ്റ് ആണോ മക്കളെ? കറക്റ്റ് ആണോ? യെസ് യെസ് യെസ്. അടിപൊളി അടിപൊളി. എല്ലാവരും കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ -3y = -9. അപ്പോൾ y = -9 ഡിവൈഡഡ് ബൈ -3 ഡിവൈഡ് അല്ലെ ഡിവിഷൻ ആവുന്നു. -9 ഡിവൈഡഡ് ബൈ -3 ദാറ്റ് ഈസ് എന്താ മക്കളെ? +3 ആണ്. നെഗറ്റീവ് ക്യാൻസൽ ആയി പോയി. അപ്പം ഇനി ഏതെങ്കിലും ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 കിട്ടും. അപ്പം എവിടെ ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇക്വേഷൻ 1-ലോ 2-ലോ. അപ്പോൾ സാർ ഇത് ഇക്വേഷൻ 2-ൽ ചെയ്യുകയാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് y = 3 ഇൻ ഇക്വേഷൻ 2. കണ്ടോ 1 നേരത്തെ ചോദിച്ചു സാറിൻ്റെ 1-ൽ തന്നെ ചെയ്യണം. വേണ്ട 2-ൽ ഏത് വേണം ചെയ്യാം കേട്ടോ. ഇപ്പോൾ 2-ലാണ് സാർ ചെയ്യണമെങ്കിൽ നോക്കണം. x പ്ലസ് 2 ഇൻറ്റു വൈയുടെ വാല്യൂ എന്താ? 3 ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു 13. സോ x പ്ലസ് 2 ഇൻറ്റു 3 ദാറ്റ് ഈസ് 6 ഇസ് ഈക്വൽ ടു 13. ഇപ്പോൾ ഇവിടെ എഴുതുന്നുണ്ട് കേട്ടോ. ഇംപ്ലൈസ് എന്താ കിട്ടുന്നത്? x is equal to 13 minus 6 that implies x is equal to 7. എക്സിന്റെ വാല്യൂ എത്രയാ? 7 ആണ് കേട്ടോ കിട്ടുന്നത്. യെസ്, വെരി ഗുഡ്. അപ്പോൾ ഇവിടെ നമുക്ക് നമ്പേഴ്സ് കണ്ടുപിടിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. therefore the two numbers are 7 and 3. 7ഉം 3ഉം ആണ് രണ്ട് നമ്പേഴ്സ് കേട്ടോ. ആ നമ്പേഴ്സ് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്പേഴ്സ് കണ്ടുപിടിക്കാനേ പറയുന്നുള്ളൂ. കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. 7 3ഉം സബ്ട്രാക്ട് ചെയ്യുക. എന്നിട്ട് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 4 കിട്ടും. അതിന്റെ ഹാഫ് എടുക്കുക. അപ്പോൾ 2 ആണ്. കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ. യെസ്, ഇത് കണ്ടീഷനൊക്കെ സാറ്റിസ്ഫൈഡ് ആയിക്കോളും. വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവണമെന്നൊന്ന് ക്രോസ് ചെക്ക് ചെയ്തോ. കാരണം കിട്ടിയ ആൻസർ കൺഫേം ചെയ്യാം കറക്റ്റ് ആണെന്ന് നോക്കാം. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സാറോട് ചോദിച്ചോ. ഹാൻഡ് റൈസിൽ ഓവർ ചെയ്തോ സാറേ. യെസ്, ആരാണ് നമ്മുടെ ഋഷിക? എന്ത് പറ്റി മോനാ? ഋഷിക ചോദിക്കേ. എവിടെയാണ് സാറേ? ഇതിപ്പോ y = 3 ഫസ്റ്റ് ഇക്വേഷനിൽ ഇടാൻ കൊടുക്കാം. അപ്പൊ എന്താ? അപ്പൊ മോൻ ഇവിടെ മിസ്റ്റേക്ക് വന്നത് ഇതാണ്. നോക്കിക്കോ. ഇപ്പൊ വൈയുടെ സൈഡ് 3 കൊടുക്കും. എന്താ അതിനെന്താ പ്രശ്നം? വേഗം കിട്ടുമല്ലോ. വേഗം കിട്ടും. ഇത് കൊടുത്തതാണോ സാറേ? അതെന്താന്ന് വെച്ചാലേ കാരണം ഏത് ഇക്വേഷനിലും കൊടുക്കുക എന്ന് ജസ്റ്റ് കാണിച്ചതാണ്. ഇതാണ് സിമ്പിള്. ഇതിൽ കൊടുത്താൽ മതി കേട്ടാ. ഓക്കെ. യെസ് യെസ് യെസ്. വേറെ ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഓക്കെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ കാണിക്കുന്നുണ്ട് കേട്ടോ സാറ്. നോക്കാം. യെസ്, ആ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയെടുത്തേ. ക്വസ്റ്റ്യൻ എഴുതാ കേട്ടോ. യെസ് മക്കളെ, ക്വസ്റ്റ്യൻ വായിക്കാം കേട്ടാ. ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. ആർക്കാണ്? വിനയ്, ഓൾ ദ ബെസ്റ്റ് മോനെ. പ്രാർത്ഥിക്കുക കേട്ടോ സാർ. നന്നായിട്ട് എഴുതണേ. എക്സാം നന്നായിട്ട് എഴുതാം. ഓക്കെ. ആരാണ്? ഐഷ ചോദിക്കും മോനെ. എന്തു പറ്റി? അല്ല സാർ, ഇത് പറയാനാ. എന്താണ്? പറഞ്ഞു. അപ്സ്ട്രീമോ ഡൗൺ സ്ട്രീമോ? എന്താ അപ്സ്ട്രീം എന്ന് വെച്ചാ? അപ്സ്ട്രീം എന്ന് വെച്ചാല് ഒറ്റ സെന്റ് പോയാ ഓർമ്മ വന്ന് പെട്ടെന്ന് ഡൗട്ടായി. ഓക്കെ. അപ്പോൾ സാറൊന്ന് പറയാട്ടാ. നോക്കി, ഈ അപ്സ്ട്രീം ഡൗൺ സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക കേട്ടോ, എല്ലാവരും ശ്രദ്ധിക്കുക.
അപ്സ്ട്രീം ഡൗൺ സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അപ്പോൾ നമ്മൾ ഇതിന്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്കൊരു ഹയർ ഓർഡർ ആയിട്ടുള്ള നല്ലൊരു പേപ്പറിൽ നമുക്ക് കാണാം. Maybe that is from linear equation to variable, otherwise it is from അല്ലെങ്കിൽ it will be from ഏതാണ് നമ്മുടെ quadratic equation വന്നേക്കാം. Anyway, the concept of upstream and downstream അത് നിങ്ങൾക്ക് ക്ലിയർ ആവണം, otherwise you can attempt that question or clear it. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ കോൺസെപ്റ്റ് ക്ലിയർ ആക്കി മനസ്സിലാക്കുക എന്താണ് അപ്സ്ട്രീം ഓർ ഡൗൺസ്ട്രീം. അപ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ, സാറ് പറയുന്നത് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു എന്താ പറയുക, ഫ്ലോ ഓഫ് കറണ്ട്, ഐ മീൻ വാട്ടർ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇങ്ങനെ ഫ്ലോ ചെയ്യുകയാണ്. അപ്പോൾ അതിനൊരു ഡയറക്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഇങ്ങോട്ടാണ് ആ വാട്ടർ ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡയറക്ഷനാണ് സാറ് കാണിച്ച ഡയറക്ഷനാണ്. ആൻഡ് ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഈ വാട്ടറിൽ കൂടെ എന്താണ് ഒരു ബോട്ട് പോകുന്നുണ്ടെന്ന് വിചാരിക്കുക. ആരാന്നറിയില്ല കേട്ടോ, സാറിന് ഓർമ്മയില്ല. സാറ് വെറുതെ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളാണ്. സാറ് നന്നായി വരയ്ക്കും ഇതൊന്നും നോക്കുക. പണ്ടൊക്കെ വരച്ചിരുന്നു, അതിനുശേഷം സാർ ആ കഴിവ് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടില്ല. അതുകൊണ്ട് വരയ്ക്കാനൊന്നും അറിയത്തില്ല കേട്ടോ മക്കളെ, നിങ്ങളെ പറ്റിച്ചാണ്. ആരോ എന്നിട്ട് ഷാരോ ടീച്ചർക്കൊക്കെ അയച്ചു സാറേ, മക്കളെ ആരാന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. സാർ യുവർ ഡ്രോയിങ്സ് ആർ വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞിട്ട്, സാറിന് അറിയത്തില്ല, സാറ് നിങ്ങളെ പറ്റിച്ചാണ് വരയ്ക്കാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിവേ അങ്ങനെ സാറിന് എത്രയും പ്രശംസിച്ചതിനൊക്കെ ഭയങ്കര സന്തോഷം തോന്നി. പക്ഷേ ഞാൻ ആർട്ടിസ്റ്റ് ഒന്നല്ല കേട്ടോ. ഓക്കെ, വരയ്ക്കാനൊന്നും അറിയത്തില്ല. അപ്പോൾ നോക്കാം. അപ്പോൾ ഇവിടെ ഈ ഡയറക്ഷനിലാണ് എന്താണ് കറന്റ് ഫ്ലോ, വാട്ടർ ഫ്ലോ. ഇനി ഇവിടെ ബോട്ട് മുകളിൽ കൂടെ പോകുന്നുണ്ട്. ആ ബോട്ടിന്റെ ഫ്ലോ എന്ന് പറയുന്നത് എന്താണ്, സെയിം ഡയറക്ഷനിൽ തന്നെയാണ് കേട്ടോ. അതായത് എന്താണ് ഈ വാട്ടറിന്റെ ഫ്ലോ എവിടേക്കാണോ അതേ സെയിം ഡയറക്ഷനിലാണ് ബോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ടുപേർക്കും സ്പീഡ് ഉണ്ട്. ബോട്ടിന്റെ സ്പീഡ് എന്ന് പറയുന്നത് x km/h ആണ് എന്ന് വിചാരിക്കുക കേട്ടോ. We don't know the value, just taking as a variable എന്താണ് x km/h പോയിക്കൊണ്ടിരിക്കുന്ന ബോട്ടാണ്. ഇവിടെ ഈ സ്ട്രീമിൻ ദ വാട്ടർ ഫ്ലോ അതിനും എന്തുണ്ടാവും, സ്പീഡ് ഉണ്ടാവും. ആ കറന്റിന് ഫ്ലോ ഓഫ് കറന്റ്, അപ്പൊ അതിന്റെ സ്പീഡ് എന്താ, ദാറ്റ് ഈസ് y km/h ആണ് സ്ട്രീം എന്നൊക്കെ പറയാം കേട്ടോ. അതിന്റെ സ്പീഡ് എന്താണ് y km/h ആണെന്ന് വിചാരിക്കാം. അപ്പോ ഇതൊരു കണ്ടീഷൻ ആണ് കേട്ടോ, ഇതൊരു കണ്ടീഷനാണ്. ഇറ്റ് ഇസ് എ പർട്ടിക്കുലർ കണ്ടീഷൻ. ദെൻ ഇനി സാറ് പറയാൻ പോകുന്നത് അനദർ പർട്ടിക്കുലർ കണ്ടീഷൻ ആണ്. ശ്രദ്ധിക്കാം, ഇവിടെയും എന്താണ് ഫ്ലോ ഓഫ് കറന്റ് ഉണ്ട്, ദാറ്റ് ഈസ് വാട്ടർ ഫ്ലോയിങ് വിത്ത് എ സ്പീഡ് ഓഫ് എന്താ y km/h ആൻഡ് ദ ഡയറക്ഷൻ ഓഫ് ദി ഫ്ലോ ഓഫ് കറന്റ് ദാറ്റ് ഈസ് ഇങ്ങനെയാണ്. അപ്പോൾ ഇതിന്റെ സ്പീഡ് എന്താ y km/h പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് എഗെയിൻ ഇവിടെ എന്താണ്, ഇവിടെ നിന്ന് ഒരു ബോട്ട് പോകുന്നുണ്ട്, ഒരു ബോട്ട് എന്താണ് പോകുന്നുണ്ട്. ബട്ട് ബോട്ടിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് മക്കളെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. ബോട്ടിന്റെ ഡയറക്ഷൻ എന്താണ്, ഫ്ലോ ഓഫ് കറന്റ് എവിടേക്കാണോ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്ത് ബോട്ട് ട്രാവൽ ചെയ്യുന്നത്. ആൻഡ് ബോട്ട് ഹാവിംഗ് ദ സ്പീഡ് ഓഫ് x km/h. ഓൾവേസ് എന്താണോ അവിടെ മൂവ് ചെയ്ത്, നമ്മുടെ വാട്ടർ അതിൻ്റെ ഒപ്പം മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റ് ഏതാണോ ആ ഒബ്ജക്റ്റിന്റെ സ്പീഡ് എപ്പോഴും നിങ്ങൾ എന്താക്കി എടുക്കുക, x km/h എന്ന് എടുക്കാം. ആൻഡ് ദ ഫ്ലോ ഓഫ് കറന്റ് സ്ട്രീം അതിന്റെ സ്പീഡ് എന്താക്കി എടുക്കുക, എപ്പോഴും y km/h എന്ന് എടുക്കുക കേട്ടോ. ഇനി കാര്യം പറയാ, ഇതിൽ ഒരാൾ അപ്സ്ട്രീം ഒരാൾ ഡൗൺ സ്ട്രീം ആണ്. ശ്രദ്ധിച്ചിരിക്കുക, ഒരാൾ അപ്സ്ട്രീം ഒരാൾ ഡൗൺ സ്ട്രീം ആണ്. ആൻഡ് ദിസ് വൺ ഈസ് ഡൗൺ സ്ട്രീം. ഇതെന്താണ്, ഡൗൺ സ്ട്രീം എന്നാണ് ഇതിനെ പറയാ. അപ്പൊ എന്താണ് ഡൗൺ സ്ട്രീം എന്ന് സാർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒന്ന് ശ്രദ്ധിച്ചേ. ഡൗൺ സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദാറ്റ് ഈസ് ഇവിടെ നമ്മൾ സെയിം ദ ബോട്ട് ഓർ ദ ഒബ്ജെക്ട് ട്രാവലിംഗ് ഈസ് എന്താ പറയാ ഇൻ ദ സെയിം ഡയറക്ഷൻ ഓഫ് ദ ഫ്ലോ ഓഫ് കറന്റ്. അതായത് നമ്മൾ ആ സ്ട്രീമിന്റെ അതേ ഡയറക്ഷനിൽ തന്നെയാണ് എന്ത് ബോട്ട് ട്രാവൽ ചെയ്യുന്നത്. സെയിം ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുമ്പോൾ ആ ഒരു കണ്ടീഷനെ പറയുന്നതാണ് ഡൗൺ സ്ട്രീം എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് ഡൗൺ സ്ട്രീം എന്ന് പറയുന്നത്? അപ്പൊ സെയിം ഡയറക്ഷനിലാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓൾറെഡി ഈ ബോട്ടിന് എന്തുണ്ട് മക്കളെ, ഒരു സ്പീഡ് ഉണ്ട്. നിങ്ങൾ നന്നായി ശ്രദ്ധിക്കട്ടെ, കോൺസെപ്റ്റ് മനസ്സിലാക്കുക. ഓൾറെഡി ബോട്ടിന് സ്പീഡ് ഉണ്ട്, എത്രയാ, x km/h. അപ്പോ ഇത് ഈ ഫ്ലോ ഓഫ് അതേ നമ്മള് ഈ വാട്ടർ ഫ്ലോയുടെ അതേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക, ഈ വാട്ടർ ഫ്ലോയ്ക്ക് ഒരു സ്പീഡ് ഉണ്ട്. അപ്പോ ഈ ബോട്ടിന്റെ സ്പീഡ് ഇതിന്റെ ഒപ്പം കൂടി ചേർന്നിട്ട് അതിന്റെ റിസൾട്ടന്റ് സ്പീഡ് ഇൻക്രീസ് ആവില്ലേ? ശരിയാണെങ്കിൽ നല്ലൊരു ഹായ് കാണിച്ചേ, ഇൻക്രീസ് ആവില്ലേടാ? യെസ്. അപ്പോ ഭയങ്കര ഫ്ലോ കിട്ടും, അതിന് കൂടുതൽ ഫ്ലോ കിട്ടും. ഓൾറെഡി അതിനൊരു സ്പീഡ് ഉണ്ട്, ദാറ്റ് ഈസ് x km/h. അപ്പൊ ഈ ഫ്ലോ ഓഫ് കറന്റ് കൂടി ചേർന്നപ്പോ അതിന്റെ ഫ്ലോ ഇൻക്രീസ് ആവും, സ്പീഡ് ഇൻക്രീസ് ആവും. അപ്പോൾ അവിടെ നമുക്ക് എന്തുണ്ടാവുന്നു, ഡൗൺ സ്ട്രീം സ്പീഡ് കേട്ടോ. വെൻ ദ ബോട്ട് ഈസ് ട്രാവലിംഗ് along with the direction of the water flow, then the resultant speed that obtained is called the downstream speed of that speed boat. അപ്പൊ അതിനെയാണ് നമ്മൾ ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് വിളിക്കുന്നത്. മക്കളൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ കേട്ടോ. എത്രയാന്ന് വെച്ചാല് ഈ ബോർഡിന്റെ സ്പീഡും കൂടി ഒപ്പം പ്ലസ് റിസൾട്ടന്റ് ആയിട്ട് ആരും കൂടി വരും, നമ്മുടെ സ്ട്രീമിന്റെ സ്പീഡും കൂടിയും ചേർന്നിട്ട് x + y km/h നമ്മുടെ ബോട്ട് പോവാ.
എക്സ് പ്ലസ്, അപ്പോൾ അതാണ് നമ്മൾ ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറയുന്നത് കേട്ടോ, ഡൗൺ സ്ട്രീം സ്പീഡ്. ഓക്കെ, ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഇതിനെയാണ് നമ്മൾ, ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അപ്സ്ട്രീം എന്ന് പറയുന്നത്. സോ ദ കണ്ടീഷൻ ഹിയർ ഇറ്റ് ഈസ് എന്താണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. എന്താണ് നമ്മുടെ വാട്ടർ ഫ്ലോ എവിടേക്കാണോ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്ത് പോകുന്നത്, ബോട്ട് പോകുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടുന്ന് ബോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, നിങ്ങൾ ഇത്ര ആലോചിക്കാട്ടാ, ബോട്ട് ഇങ്ങനെ പോകുന്നു, അവിടെ നിന്ന് ഇങ്ങനെ ഒപ്പോസ് ചെയ്യുന്നു, സ്വാഭാവികമായിട്ട് സ്പീഡ് കുറയില്ലേ, സ്പീഡ് കുറയുന്നതായി കാണിച്ചേ, സ്പീഡ് കുറയില്ലേ, യെസ്. അതിന് എത്ര കുറയുന്നു, ഓൾറെഡി ബോട്ടിന് സ്പീഡ് ഉണ്ടായിരുന്നു, ബട്ട് ആ എക്സ് കിലോമീറ്റർ ഇപ്പൊ ഇല്ല, ആ സ്പീഡ് കിലോമീറ്റർ പെർ അവർ ഇപ്പൊ സ്പീഡ് ഇല്ല. കാരണം ആര് ഒപ്പോസ് ചെയ്തു, ഫ്ലോ ഓഫ് കറന്റ്, ഐ മീൻ ദ വാട്ടർ ഫ്ലോ, അതിന്റെ സ്പീഡ് ഒപ്പോസ് ചെയ്ത് എത്ര കുറഞ്ഞു എന്നാണ് പറയാന്നറിയോ, ഓൾറെഡി നമ്മൾ അസ്യൂം ചെയ്യണം സ്പീഡിന്റെ ബോട്ട് ഈ കേസിൽ ലാർജർ ആണ്, എന്നാൽ മാത്രമേ ബോട്ട് മൂവ് ചെയ്യുള്ളൂ, അതർവൈസ് ബോട്ട് ക്യാൻ മൂവ് ഫോർവേഡ്. അപ്പോൾ അത് നമ്മൾ അസ്യൂം ചെയ്യാം, ലെറ്റ് us assume that the speed of the boat is more larger than the speed of the current. സോ അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ആ സ്പീഡിൽ നിന്ന് എത്ര കുറയും, ആ സ്ട്രീമിന്റെ സ്പീഡ് കുറഞ്ഞ് ബാക്കി കിട്ടുന്ന ഒരു റിമൈനിങ് സ്പീഡ് ഉണ്ടല്ലോ, അത് വെച്ചാണ് ഈ ബോട്ട് പോകുന്നത് കേട്ടോ. സോ ഹിയർ ഇറ്റ് ഈസ് എക്സ് മൈനസ് വൈ കിലോമീറ്റർ പെർ അവർ ആണ്. ഓക്കെ, സോ ദ കോൺസെപ്റ്റ് മസ്റ്റ് ബി മോർ ക്ലിയർ ദാൻ doing the question first of all. അപ്പോൾ അതുകൊണ്ട് upstream speed that here it is എന്താ മക്കളെ, upstream speed എന്ന് പറയുന്നത് which is equal to x minus y kilometer per hour. സാർ പറഞ്ഞ കോൺസെപ്റ്റ് നല്ല രീതിയിൽ ക്ലിയർ ആണെങ്കിൽ നല്ലൊരു ഹായ് കാണിച്ചേ സാറിന്. ക്ലിയർ ആണ്, എല്ലാവരും ക്ലിയർ ആണോ? യെസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാന്ന് പറയുന്നത്, ഐ മീൻ ആൻസർ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര സിമ്പിൾ ആണ് കേട്ടോ. ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ എ മാൻ ക്യാൻ റോ, അപ്പം മേ ബി നമുക്ക് എന്താണ് ഒരു ബോട്ട് ആവാം, അതർവൈസ് അതൊരു മാൻ സ്വിമ്മിങ് ആവാം. അപ്പൊ ഇതൊക്കെ ആയിക്കോട്ടെ, മാൻ ബോട്ട് ബോത്ത് ആർ ഒബ്ജക്ട്സ് ആക്ച്വലി. അപ്പൊ ഈ ഒബ്ജക്ട്സ് ആണ് എപ്പോഴും അതിന്റെ സ്പീഡ്, അതിനൊക്കെ സ്പീഡ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എക്സ് കിലോമീറ്റർ പെർ അവർ എടുക്കുന്നത്. ഓൾവേസ് അപ്പ് സ്ട്രീമിന്റെ നമ്മൾ വാട്ടർ ഫ്ലോ അതിന്റെ കറന്റ് സ്പീഡ് എന്ന് പറയുന്നത് എപ്പോഴും 5 കിലോമീറ്റർ പെർ അവർ എന്നുമാണ് എടുക്കുക കേട്ടോ. അപ്പൊ അത് ആദ്യം എടുത്ത് എഴുതി വെക്കുക. ലെറ്റ് ദ സ്പീഡ് ഓഫ് ബോട്ട്, ഇവിടെ എന്താ, let the speed of boat is equal to x kilometer per hour and എന്താ മക്കളെ, also find the speed of the stream അല്ലേ. അപ്പോൾ and the speed of stream is equal to, let the speed of the boat be x kilometer per hour and the speed of the boat speed of the stream be y kilometer per hour. ഓക്കെ, ദെൻ അപ്പൊ തന്നെ മക്കൾ രണ്ട് സ്പീഡ് എഴുതി വെക്കുക. ദെൻ വാട്ട് ഈസ് ഡൗൺ സ്ട്രീം ദർ, ദെൻ വാട്ട് ഈസ് അപ് സ്ട്രീം ദർ എന്ന് കറക്റ്റ് ആയിട്ട് എഴുതി വെക്കുക. സോ ഹിയർ ഇറ്റ് ഈസ് ഡൗൺ സ്ട്രീം സ്പീഡ് ഇസ് ഈക്വൽ ടു എത്രയാ ഡൗൺ സ്ട്രീം സ്പീഡ്. എടാ ഞാനേ ഒരു കണക്ഷൻ പറഞ്ഞുതരാട്ടോ മക്കൾ, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പലർക്കും കാര്യങ്ങൾ അറിയാം, ഒരാൾ പ്ലസ് ആക്കുന്നു, ഒരാൾ മൈനസ് ആക്കുന്നു, എല്ലാവർക്കും അറിയാം. ഒന്നില്ലെങ്കിൽ കോൺസെപ്റ്റ് വൈസ്, ആ ലോജിക്കൽ വൈസ് അത് ഓർത്ത് വെക്കുക. അതർവൈസ് ഞാൻ ജസ്റ്റ് പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ, നിങ്ങൾക്ക് ചിരി തോന്നും. പക്ഷേ ഒരു വട്ടം ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, സാറ് പറഞ്ഞ ആ ഒരു എന്തായിരുന്നു ഓർമ്മ വയ്ക്കാനുള്ള. ഞാൻ പറയാറ് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നോക്കിയാൽ ഇവിടെ നമ്മൾ അഡീഷൻ അല്ലേ ചെയ്യുന്നത്, ഇവിടെ നമ്മൾ ഡൗൺ സ്ട്രീം എന്നല്ലേ പറയണേ. ഈ അഡീഷനിലും ഡി ഉണ്ട്, ഡൗൺ സ്ട്രീമിലും ഡി ഉണ്ട്. ഓക്കെ, അപ്പോൾ രണ്ടിലും ഡി ഉണ്ട്, അത് വെച്ചിട്ട് ഓർത്ത് വയ്ക്കുക. ഇവിടെ സബ്ട്രാക്ട് അല്ലേ ചെയ്യുന്നത്, അപ് സ്ട്രീമിൽ യു ഉണ്ട്, സബ്ട്രാക്ഷനിൽ യു ഉണ്ട്. അപ്പോൾ ആ യു വെച്ചിട്ട് എന്ത് ചെയ്യുക, അത് ഓർത്ത് വയ്ക്കുക. ഞാൻ ജസ്റ്റ് ഒരു കണക്ഷൻ പറഞ്ഞാണ്, നിങ്ങൾക്ക് അത് ഓർക്കാതിരിക്കാം. നിങ്ങൾ മക്കൾ എപ്പോഴും പഠിക്കുമ്പോൾ ഒരു കണക്ഷനിൽ പഠിക്കാൻ സാർ ഉദ്ദേശിച്ചതാണ് കേട്ടോ. അപ്പോൾ ഡൗൺ സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷൻ, ആഡ്. അപ്പോൾ എക്സ് പ്ലസ് വൈ കിലോമീറ്റർ പെർ അവർ. ഓക്കെ, ഇനി അതേപോലെ തന്നെ അപ്സ്ട്രീം സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ബേസിക് ക്വസ്റ്റ്യൻ ഓൺ ദ ബേസിസ് ഓഫ് അപ്സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം ആണ് കേട്ടോ. എന്നാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ബേസിക് ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കാറുണ്ട്. എക്സ് മൈനസ് വൈ കിലോമീറ്റർ പെർ അവർ. ഓക്കെ, അതും കിട്ടി. ഇനി ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്, ഒരു മാൻ ബോട്ട് ഡൗൺ സ്ട്രീം പോയി വരുന്നത് എത്ര കിലോമീറ്റർ, 20 കിലോമീറ്റർ ഡിസ്റ്റൻസ് എത്ര മണിക്കൂറിലാണ് മക്കളെ, 2 അവറിൽ കംപ്ലീറ്റ് ആവുന്നു. അപ്പൊ നമ്മൾ കേസ് ആയിട്ട് എടുക്കണം. കേസ് 1 ആദ്യം ഡൗൺ സ്ട്രീം ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ഡൗൺ സ്ട്രീം കേസ് 1. അപ്പൊ നമ്മൾ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണെങ്കിൽ ഒന്ന് ഹൈ കാണിച്ചേ. സ്പീഡ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ? യെസ്. അപ്പോ ഇവിടെ നമ്മൾ ഡൗൺ സ്ട്രീമിൽ എടുത്ത സ്പീഡായി എടുക്കണ്ടേ, അല്ലാതെ സ്പീഡ് ഓഫ് ദി
ബോട്ട് എന്ന് പറഞ്ഞാൽ ഡൗൺ സ്ട്രീം ചെയ്യുമ്പോൾ എന്താ സംഭവിച്ചിട്ടുള്ളത്, അതിന്റെ റിസൾട്ടന്റ് സ്പീഡ് മാറും എക്സ് പ്ലസ് വൈ. അപ്പോൾ ഇവിടെ സ്പീഡ് എന്ന് പറയുന്നത് ഡൗൺ സ്ട്രീമിന്റെ കേസിൽ സ്പീഡ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ആവും, വിച്ച് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്ര ഡിസ്റ്റൻസ് ഡൗൺ സ്ട്രീം ചെയ്തേ, 20 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ചെയ്തത് ഇൻ 2 hours ബൈ ടൈം എത്രയാ 2 ആണ്. സോ യു ഗോട്ട് എക്സ് പ്ലസ് വൈ അല്ലെ എന്താ 10 കിട്ടിയിട്ടുണ്ടാവും. അതാണ് ഇക്വേഷൻ 1. ഓക്കെ, ഇനി അതേപോലെ തന്നെ അടിക്ക് എഴുതണം കേട്ടോ, സാർ സ്ഥലം ഇവിടെ എഴുതുന്നുണ്ട്. കേസ് 2 എന്ന് പറയുമ്പോൾ എന്താ അപ്സ്ട്രീം ആണ്. അപ്സ്ട്രീം എന്ന് പറയുന്നത് ഇവിടെ അഗെയിൻ യു ആർ ടേക്കിംഗ് സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആൻഡ് ഹിയർ ഇറ്റ് ഈസ് ഇവിടുത്തെ ഡിസ്റ്റൻസ്, ഇവിടുത്തെ ടൈം, ഇവിടുത്തെ സ്പീഡൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. സ്പീഡ് എന്ന് പറയുന്നത് അപ്സ്ട്രീം ആണ്. സോ അപ്സ്ട്രീം സ്പീഡ് എന്ന് പറഞ്ഞ എക്സ് മൈനസ് വൈ ആണ്. ഡിസ്റ്റൻസ് നോക്കാം, എത്ര കിലോമീറ്റർ ഡിസ്റ്റൻസ് അപ്സ്ട്രീം ചെയ്തേ, 4 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ്. 4 ബൈ ടൈം എന്ന് പറയുന്നത് 2 hours 2. അപ്പൊ എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 4/2 2 എന്ന് കിട്ടും കേട്ടോ. ദിസ് ഇസ് ഇക്വേഷൻ 2. ഇനി ഇക്വേഷൻ 1ഉം 2ഉം സോൾവ് ചെയ്യുക. അത് സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യുക. എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 10ഉം എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് 2ഉം. അപ്പൊ അവർ തമ്മിൽ സോൾവ് ചെയ്യുമ്പോൾ ഇവിടെ സാർ ആഡപ്പ് ചെയ്യുന്നു, കാരണം ഇത് തമ്മിൽ എന്താ ഓപ്പോസിറ്റ് സൈൻ ആണ്. അപ്പൊ എക്സ് പ്ലസ് എക്സ് 2x which is equal to 10 plus 2 12 implies അടിക്കടിക്ക് ചെയ്താട്ടാ x is equal to 12/2 which is equal to സാർ എന്താ കിട്ടുന്നത് 6 എന്നാണ്. എക്സിന്റെ വാല്യൂ 6 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് വാല്യൂ ഓഫ് y കിട്ടും. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ഏതിലാ, ഇപ്പൊ ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സാറ് എക്സിന്റെ വാല്യൂ 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 6 plus y is equal to 10 implies y is equal to 10 minus 6 which is equal to 4 എന്നും കിട്ടും. Therefore ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യണം, സ്പീഡ് ഓഫ് ദ ബോട്ട് is equal to ബോട്ട് എന്ന് പറയുന്നത് x എന്നാണ് എടുത്തിരുന്നത്. x എന്ന് പറയുന്നത് 6 km/h സ്പീഡ് ഓഫ് ദി ബോട്ട് കിട്ടി. അതേപോലെ ഓൾസോ ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ദി സ്ട്രീം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതും കിട്ടിക്കഴിഞ്ഞു. സ്പീഡ് ഓഫ് സ്ട്രീം is equal to എത്രയാ y ആയിരുന്നു നമ്മൾ എടുത്തത്, y എത്രയാ മക്കളെ 4 km/h എന്ന് കിട്ടും കേട്ടോ. ഇവിടെ ഏതെങ്കിലും കംപ്ലീറ്റ് ചെയ്യാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ കേട്ടോ. സാർ വൈൻഡ് അപ്പ് ചെയ്യാണ്. can be cleared നെക്സ്റ്റ് ക്ലാസ്സിൽ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്. അപ്പോൾ സാറ് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം മക്കളെ. ടാറ്റാ ബൈ ബൈ, നന്നായി പഠിക്കാം കേട്ടോ. ഓക്കെ.